ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്താതെ പറയുകയാണ് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളും എന്താണ് ഖുർആൻ എന്ന് ലോകത്തോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ മൻ ഖസമ മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ് ആരൊരാൾ ഈ പരിശുദ്ധ ഖുർആനിനെ അഹങ്കാരവാഞ്ചയോടുകൂടി പുറന്തള്ളുന്നുവോ അതിനെ വലിച്ചെറിയുന്നുവോ നാളെ അല്ലാഹു അവനെ കൈകാര്യം ചെയ്യുമത്രേ. കാരണം എന്താണ്? വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, അത് പൊട്ടിപ്പോകാത്ത പാശമത്രേ, പൊട്ടിപ്പോകാത്ത പാശമത്രേ. ആരൊരാൾ അതിനെ മുറുകെ പിടിക്കുന്നുവോ അവൻ രക്ഷപ്പെട്ട വഴികളിലാണ്. വഹുവ ദിക്റുൽ ഹകീം വഹുവ സിറാത്തുൽ മുസ്തഖീം. നേരായ വഴികളെ, സത്സരണിയെ, സൽപന്ഥാവിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തികൾക്കും അനുകരിക്കാവുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് ജ്ഞാനം അതിനകത്തുണ്ട്. അള്ളാഹുവിന്റെ ഇൽമുകളും അവന്റെ സന്ദേശങ്ങളും അവന്റെ വിധിവിലക്കുകളും അതിനകത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലിയേ, ആ വഴികളെ പിൻപറ്റിയാൽ നേരെ സ്വർഗത്തിലേക്കാണ് ആ ഖുർആൻ കൊണ്ടെത്തിക്കുക. വഹുവ സിറാത്തുൽ മുസ്തഖീം ലാ തസിയഗു ബിഹിൽ അഹ്വാ. ശരീരത്തിന്റെ ഇച്ഛകൾക്ക് ഖുർആനിനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. പരിശുദ്ധ ഖുർആനിന്റെ വഴികളെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, ഖുർആനിന്റെ ശക്തി കൊണ്ട്, ഖുർആനിന്റെ അമൂല്യ ഗ്രന്ഥത്തിന്റെ ആ മഹത്വം കൊണ്ട് ഒരു പിശാചിനും കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. ദുനിയാവിലെ എത്രത്തോളമുള്ള സംസ്കാരങ്ങളെ പിൻപറ്റുന്ന വ്യക്തിയാണെങ്കിലും ലാ തസിയഗു ബിഹിൽ അഹ്വാ, പരിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാനും ആ വഴികളെ സ്വീകരിക്കാനും തയ്യാറുണ്ടോ? ആ വ്യക്തികളെ തീർച്ചയായും ദുനിയാവ് കീഴ്പ്പെടുത്തുകയില്ല. പരിശുദ്ധ ഖുർആനിന് അവിടെ വിജയം അല്ലാഹു നൽകുകയാണ്. വമൻ ഇബ്തഗാ ഫീ ഗൈരിഹി ആരൊരാൾ ഹിദായത്തിന്റെ മാർഗം ഈ ഖുർആനിന്റെ വഴികളല്ലാതെ മറ്റൊരു വഴികളെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അല്ലാഹു അവനെ പിഴപ്പിച്ചു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തശ്ബഉ മിൻ ലാ യശ്ബഉ മിൻഹുൽ ഉലമാ. എത്രത്തോളം ഈ ഖുർആനിനെ ഉലമാക്കൾ കേട്ടാലും മുഅ്മിനീങ്ങൾ കേട്ടാലും അവർക്ക് വയറ് നിറയുകയില്ല. വിശ്വാസികളാണോ, ഖുർആനിന്റെ വക്താക്കളാണോ, പരിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റി നടക്കാൻ കൊതിക്കുന്നവരാണോ, ഈ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളും അതിന്റെ ആയത്തുകളും കേട്ട് കഴിഞ്ഞാൽ അവരുടെ വയറ് നിറയുകയില്ല അലിയേ, വയറ് നിറയുകയില്ല അലിയേ. ലാ യശ്ബഉ മിൻഹുൽ ഉലമാ. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹു അലൈഹി വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സദസ്സിലിരുന്നാൽ ഖുർആനിന്റെ ആയത്തുകളും വചനങ്ങളും അവർ കേട്ടുകഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിലേക്ക് അതിന്റെ ഓരോ മുത്തുമണികൾ ആഴ്ന്നിറങ്ങുമ്പോൾ അവരുടെ ഹൃദയം പിടയ്ക്കുകയാണ്, ഹൃദയം തുടിക്കുകയാണ്. വജ്ലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഭയവിഹ്വലമാവുകയാ, ഭയം കൊണ്ട് നിറയുകയാ. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഈമാൻ കുറഞ്ഞുപോയ മനുഷ്യ മക്കൾ ആരെങ്കിലും ഏതെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ ഖുർആനിന്റെ സദസ്സിലേക്ക് അവർ കടന്നു വന്നാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ഈമാൻ അധികരിക്കുകയും ചെയ്യുമെന്നതിൽ രണ്ടഭിപ്രായമില്ല. ഈമാൻ കുറഞ്ഞു പോകുമെന്ന പേടിയാൽ സ്വഹാബത്ത് നബി തങ്ങളുടെ സദസ്സിൽ നിന്ന് മടങ്ങിപ്പോകുമായിരുന്നില്ല. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരുന്ന് ഖുർആൻ കേൾക്കുമ്പോ, ഹബീബായ തങ്ങളുടെ ആയത്തുകളും വചനങ്ങളും കേൾക്കുമ്പോ അവരുടെ ഹൃദയത്തിൽ ആർദ്രതകൾ കൊണ്ട് നിറയുമെങ്കിൽ അവർ തന്റെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോ
വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ അവർ വീടുമായി ദുനിയാവിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഈ ഓതപ്പെട്ട ആയത്തുകളെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും അവർ മറന്നു പോവുകയാ. അതാ ആ പരാതിയുമായി വീണ്ടും സഹാബത്ത് നബി തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ് നകൂന മിൻ ഇൻദിക തുദക്കിറുനൽ ജന്നത വന്നാർ. ഹബീബായ തങ്ങളെ അവിടുത്തെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോ അങ്ങ് സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും ഖുർആനിന്റെ ഭാഷയിൽ ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തരുമ്പോ കന്നാ റഅയു ഐനി യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ സ്വർഗത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രതീതിയാണ്, സ്വർഗത്തിന്റെ വക്കിലിരിക്കുന്ന പ്രതീതിയാണ്. യാ റസൂലല്ലാഹ് നഹ്നു ഖറജ്നാ മിൻ ഇൻദിക, അവിടുത്തെ സദസ്സിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരികയോ ഫഅഫസ്നൽ മതാ വൽ ഔലാദ വല്ലയ്യാ ഫനസീനാ കസീറാ. നബിയെ അവിടുത്തെ സദസ്സിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങി വരികയും ഭാര്യ സന്താനങ്ങളുമായി ബന്ധപ്പെടുമ്പോ ഹബീബായ തങ്ങളെ അവിടുത്തെ ഓരോ വചനങ്ങളും ഞങ്ങൾ മറന്നു പോകുന്നു ഹബീബേ, മറന്നു പോകുന്നു ഹബീബേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരൊരാളാ സദസ്സിലിരുന്നു കൊണ്ട് ഈ പറയപ്പെടുന്ന ഓതപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുവോ അവർക്കായിരിക്കും നാളെ ആഖിറത്തിൽ ഉന്നതമായ പദവിയെന്ന് സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ പക്ഷേ നബി തങ്ങൾ പറഞ്ഞു അത് സാധ്യമാവുകയില്ല, സാധ്യമാവുകയില്ല. ചർച്ച ചെയ്യുമ്പോ വല്ലാത്ത ആവേശം, ഖുർആൻ കേൾക്കുമ്പോ വല്ലാത്ത മോഹം, വീട്ടിലേക്ക് പോകുമ്പോ ഒന്നോ രണ്ടോ ദിവസം ഈ ചർച്ച ചെയ്തതിനെ കുറിച്ച് നമുക്കൊരു ആവേശവും ഒരാഗ്രഹവും ഒരു സ്മരണയും ഉണ്ടാകും. 2-3 ദിവസം കഴിഞ്ഞ് ദുനിയാവുമായുള്ള ബന്ധങ്ങൾ നമ്മളെ മൂടിക്കളയുമ്പോ ഫനസീനാ കസീറാ, നമ്മൾ കേട്ടതെല്ലാം പഠിച്ചതെല്ലാം മറന്നു പോകുന്നു. പക്ഷേ ഉലമാക്കളോ ഖുർആനിന്റെ സാരഥികളോ ലാ യശ്ബഉ മിൻഹുൽ ഉലമാ, ഉലമാക്കൾക്ക് എത്ര കേട്ടാലും വയറ് നിറയുകയില്ല. വലാ യഖ്ലിഖു അൻ കസറത്തിർ റദ്ദ്, ആരെല്ലാം ഈ പരിശുദ്ധ ഖുർആനിനെ എതിർത്താലും ഇത് പഴമയാവുകയില്ല, പഴമയുള്ളതാവുകയില്ല. ഈ ഖുർആനിന് ഒരു ന്യൂനതകളും സംഭവിക്കുകയില്ല. വലാ തൻതം വലാ തൻഖളി അജായിബഹു, ആ ഖുർആനിനകത്തുള്ള ഉള്ളടക്കങ്ങളും അത്ഭുതങ്ങൾക്കും ഒരു കുറവും വരികയില്ല. ലം തൻതഹിൽ ജിന്നു ഹീന ഇദ് സമിഅതുഹു വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിൻ യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതൂ ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്, ജിന്നുകൾക്ക് പോലും അത്ഭുതമുളവാക്കിയ ഗ്രന്ഥമത്രേ. ജിന്നുകൾ പോലും കേട്ടിട്ട് മതിവരാതെ എത്ര കേട്ടിട്ട് നബിതങ്ങൾ ഖുർആൻ പാരായണം നടത്തുമ്പോ വീണ്ടും കേൾക്കണം കേൾക്കണം എന്ന ബോധിയോടുകൂടി ആവേശത്തോടുകൂടി വീണ്ടും കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിൽ ആ ഖുർആനിന്റെ മാസ്മരിക ശക്തി എത്രത്തോളം വലുതാ. ഇന്നും നിങ്ങൾ മക്കയിലേക്ക് പോകുന്നുവെങ്കിൽ അവിടെ ഒരു പള്ളി കാണാം. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ജിന്ന്, ജിന്നുകളുടെ പള്ളി. സൂറത്തുൽ ജിന്ന് അവതരിപ്പിച്ചത് അവിടെ വെച്ചാണ്. പരിശുദ്ധ പ്രവാചകൻ ആ പള്ളിയുടെ മിഹ്റാബിൽ ഇരുന്നു കൊണ്ട് ഖുർആനിന്റെ വചനങ്ങൾ ഓതുമ്പോ ജിന്നുകളുടെ ഒരു സംഘത്തെ തന്നെ അല്ലാഹു നബി തങ്ങളുടെ ഹദറത്തിലേക്ക് നിയോഗിക്കുകയാ. വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിൻ യസ്തമിഊനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിന് വേണ്ടി നബിയെ അവിടുത്തെ സദസ്സിലേക്ക് ജിന്നുകളുടെ ഒരു കൂട്ടത്തെ നാം നിയോഗിച്ചപ്പോൾ യസ്തമിഊനൽ ഖുർആൻ, അവർ ഖുർആൻ കേൾക്കുകയാണ്, ഖുർആൻ കേൾക്കുന്നവരാണ്. ഖുർആൻ കേൾക്കാനുള്ള താല്പര്യത്തോടെ അവിടുത്തെ സദസ്സിലേക്ക് വന്നപ്പോൾ ഫലമ്മാ ഹദറൂ, പരിശുദ്ധ ഖുർആൻ ഓതപ്പെടുന്ന സദസ്സിൽ അവർ സന്നിഹിതരായപ്പോ ഖാലൂ, അവർ പറഞ്ഞു അത്രേ അൻസിതൂ, ഖുർആൻ ചർച്ച
ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സിൽ നിങ്ങൾ ശാന്തരായിരിക്കണമേ, സശ്രദ്ധം ശ്രവിക്കണമേ, അടങ്ങിയിരിക്കണമേ, മര്യാദയോടെ കഴിയണമേ. ജിന്നുകൾ പോലും ഖുർആനിന്റെ മാസ്മരിക ശക്തി കേട്ടിട്ട് ജിന്നുകൾ അവിടുത്തെ നേതാക്കന്മാർ മറ്റുള്ള ജിന്നുകളുടെ അനുയായികളോട് പറയുകയാണ്, നിങ്ങൾ സമാധാനത്തോടിരുന്ന് ഈ ഖുർആൻ കേൾക്കണമേ. ഖാലൂ അൻസിതൂ ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലിരുന്ന് ഖുർആൻ കേട്ടിട്ടവർ മടങ്ങിപ്പോയപ്പോ, തന്റെ ഭവനങ്ങളിലേക്ക് തന്റെ സങ്കേതങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോയപ്പോൾ അവർ ഓരോരുത്തരും താക്കീതുകാരായിട്ടാണ് മടങ്ങിപ്പോയത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ജിന്ന് വർഗത്തിനും മനുഷ്യവർഗത്തിനും നേതാവല്ലയോ? ഹബീബായ തങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും വചനങ്ങളും ജിന്ന് വർഗങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയാണ്, പരസ്പരം പറഞ്ഞു കൊടുക്കുകയാണ്, പ്രബോധനം ചെയ്യുകയാണ്. ഖാലൂ യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദി ഇലൽ ഹഖ് വ ഇലാ സിറാത്തിൻ മുസ്തഖീം. യാ ഖൗമനാ അജീബൂ ദാഇ അല്ലാഹ്, യാ ഖൗമനാ അജീബൂ ദാഇ അല്ലാഹ്. ജിന്നുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്, പരസ്പരം കൈകാര്യം ചെയ്യുകയാണ്. കേട്ട മതപ്രഭാഷണത്തിൽ എന്തൊക്കെയാണ് നബിതങ്ങൾ പറഞ്ഞത്, അവിടെ ചർച്ച ചെയ്തത് എന്തൊക്കെയാണ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ വാസ്തവമാക്കിയ ഓരോ വിഷയങ്ങളെ കുറിച്ചും സ്വർഗത്തിന്റെ വഴികളെ കുറിച്ചും പറയപ്പെടുന്ന ഗ്രന്ഥം അതാ ഞങ്ങൾ കേട്ടിരിക്കുകയാ. അതുകൊണ്ട് സമുദായമേ, ഉൾക്കൊള്ളണമേ, മനസ്സിലാക്കണമേ, സ്വീകരിക്കണമേ, പഠിക്കണമേ, പഠിപ്പിക്കണമേ, ആ വഴികളെ അനുധാവനം ചെയ്യണമേ എന്ന് ജിന്നുകൾ പോലും പറഞ്ഞുവെങ്കിൽ ലാ യശ്ബഉ മിൻഹുൽ ഉലമാ, എത്ര കേട്ടാലും മതി വരാത്ത ഗ്രന്ഥമത്രേ ഖുർആൻ. വലാ തൻഖദി അജായിബഹു, അതിന്റെ അത്ഭുതങ്ങൾ ഒരിക്കൽ പോലും അസ്തമിച്ചു പോവുകയില്ല. വലാ യഖ്ലിഖു അൻ കസറത്തിർ റദ്ദ്, ആരെല്ലാം എതിർത്താലും ആരെല്ലാം പുച്ഛിച്ചാലും അത് പഴഞ്ചൻ ഗ്രന്ഥമായി മാറുകയില്ല. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാല ബിഹി സദ്ദഖ, ആരൊരാൾ ഈ ഖുർആൻ കൊണ്ട് സംസാരിക്കുന്നുവോ അവൻ രക്ഷപ്പെട്ടു, അവൻ സത്യസന്ധത ലോകത്ത് വ്യാപിപ്പിച്ചു, പ്രചരിപ്പിച്ചു. വമൻ അമില ബിഹി ഉജിറ, ആരൊരാൾ ഈ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നുവോ കൂലി നൽകപ്പെടും. വമാ അമില ബിഹി ഉജിറ വമൻ ഹകമ ബിഹി അദല, ആരൊരാൾ ഈ ഖുർആൻ കൊണ്ട് നീതിബോധം ലോകത്ത് നടപ്പിലാക്കുന്നുവോ അവൻ യഥാർത്ഥ നീതിമാനായി മാറുകയും അവന് നീതി ലഭിക്കുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് മൊത്തത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ആശയമാണ്. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് ഓരോന്ന് നമുക്കെടുത്തിന് ചർച്ച ചെയ്യാം. മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലം ഈ ഖുർആനിലുണ്ട്. ഒരുപാട് സംഭവങ്ങൾ അതെല്ലാം നമുക്ക് പറയാൻ പറ്റുമോ? ഒരുപാട്. ലൂത്ത് നബി, ഹൂദ് നബി, നൂഹ് നബി, സാലിഹ് നബി, ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി അലൈഹിമുസ്സലവാത്തു വതസ്ലീമാത്ത്, ഇവരുടെ ഓരോരുത്തരുടെ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് അവർ അവതരിപ്പിച്ചപ്പോ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുത്തിയപ്പോ അതിനെ നിഷേധിച്ച നിഷേധികളെ കൈകാര്യം ചെയ്ത ചരിത്രം അള്ളാഹു ഖുർആനിൽ അവതരിപ്പിച്ചു. റിസാലത്തിന്റെ പ്രവാചകനായ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം ദീനിന്റെ പ്രബോധനം നടത്തി. 950 വർഷം ദീനിന്റെ പ്രബോധനം നടത്തിയപ്പോ വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഴികളെ സ്വീകരിക്കാൻ, അള്ളാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറായത്. 950 വർഷം.
ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് എത്ര ത്യാഗം സഹിച്ച് പകലെന്നില്ലാതെ നിന്നെക്കുറിച്ച് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, പക്ഷേ അവർ അത് സ്വീകരിക്കുന്നില്ലല്ലോ പടച്ചവനെ. ഈ മുൻഗാമികളുടെ ചരിത്രം അല്ലാഹു ഖുർആനിൽ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഖുർആനുമായി ബന്ധമില്ലാത്ത മുസ്ലിം ഉമ്മത്തിന് ഒരു പാഠവും ഒരു താക്കീതുമാണ്. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ربي إني دعوت قومي ليلا ونهارا فلم يزدهم دعائي إلا فرارا. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ എൻ്റെ സമുദായത്തെ രാപ്പകലില്ലാതെ ഞാൻ ക്ഷണിക്കുകയാ. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ. രാവും പകലും നിന്നിലേക്ക് എൻ്റെ സമുദായത്തെ ഞാൻ ക്ഷണിച്ചു അല്ലാഹ്. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. കുറിച്ച് പറയുവാൻ, നിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുവാൻ അവരുടെ അരികിലേക്ക് ഞാൻ ചെല്ലുമ്പോ അല്ലാഹ് അവർ പേടിച്ചു ഓടുകയാണ്, വിരണ്ടു ഓടുകയാണ്. പടച്ചവനെ, 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമേ, ആയിരങ്ങൾ പതിനായിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറയുമ്പോ, സുബ്ഹി നമസ്കരിക്കാത്ത വ്യക്തികളെ വിളിക്കാൻ പോകുമ്പോ, ദുഹർ നമസ്കരിക്കാത്ത വ്യക്തികളെ ക്ഷണിക്കാൻ പോകുമ്പോ, നമസ്കാരമില്ലാത്ത യുവാക്കളെ പള്ളികളിലേക്ക് ക്ഷണിക്കാൻ പോകുമ്പോ അവർ പുച്ഛഭാവത്തോടെ കാണുന്നുവെങ്കിൽ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അല്ലാഹു അവരോട് ഏത് നയമാണ് സ്വീകരിച്ചതെന്ന് ഫീഹി നബഉ മാ ഖബലകും, മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലവും നമ്മുടെ ഈ കാലഘട്ടവും തമ്മിൽ ഒന്ന് തട്ടിച്ചു നോക്കണമേ. നിസ്കരിക്കാൻ പറയുമ്പോ അവർക്കൊരു മടിയാണ്, ദീനിന്റെ കാര്യം പറയുമ്പോ മടിയാണ്, ഹലാല് ചെയ്യണേ എന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുകയില്ല, സീരിയൽ കാണരുതേ, സിനിമ കാണരുതേ അത് പറഞ്ഞാൽ കേൾക്കൂല, കള്ള് കുടിക്കരുതേ, പലിശ വാങ്ങല്ലേ പറഞ്ഞാൽ അത് സ്വീകരിക്കൂല, നമസ്കരിക്കണേ ചെറുപ്പക്കാരാ അതിഷ്ടമല്ല. ഇത് തന്നെയാണ് നൂഹ് നബിയുടെ കാലഘട്ടത്തിലും സംഭവിച്ചത്. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ വഇന്നി കുല്ലമാ دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا فقلت استغفروا ربكم إنه كان غفارا. നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 950 വർഷക്കാലത്തെ പ്രബോധനത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം റബ്ബിനോട് മഹാനായ നൂഹ് നബി വിശദീകരിക്കുകയാണ്, വിവരിക്കുകയാണ്. പടച്ചവനെ, അല്ലാഹുവേ എൻ്റെ സമുദായത്തിന്റെ പാപങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കാൻ ഞാൻ അവർക്ക് വേണ്ടി പശ്ചാത്തപിക്കാം, ദുആ ചെയ്യാം, നിങ്ങൾ കടന്നു വരണമേ എന്ന് ഞാൻ അവരോട് പറയുമ്പോ, ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം, അവരുടെ കാതുകളിലേക്ക് ചെവിക്കുള്ളിലേക്ക് ശ്രവണപുടങ്ങളിലേക്ക് വിരലുകൾ തള്ളിക്കയറ്റുകയാണ് റബ്ബേ. വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറാ, അഹങ്കാരികളും ധിക്കാരികളുമായി റബ്ബേ ഈ ഭൂമുഖത്ത് ജീവിക്കുകയാണ് പടച്ചവനെ. വഇന്നി ദഅഉതു വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും, അവരുടെ വസ്ത്രങ്ങൾ അവരുടെ ശരീരത്തിൽ മൂടിക്കൊണ്ട് അഹങ്കാരികളായി പിന്തിരിഞ്ഞു പോകുമ്പോ ഞാൻ വിടുകയില്ല റബ്ബേ, വിടുകയില്ല റബ്ബേ. ثم إني دعوتهم جهارا,
പരസ്യമായി ഓരോ കുന്നിന്റെ മുകളിലും മലമുകളിലും ഓരോ ഗ്രാമവീഥികളിലും ഞാൻ അല്ലാഹുവേ നിന്നെ കുറിച്ച് ഈ സമുദായത്തോട് പരിചയപ്പെടുത്തി കൊടുത്തു. സുമ്മ ഇന്നി ദഅഉതുഹും ജിഹാറാ സുമ്മ ഇന്നി അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറാ. വ്യക്തിപരമായി രഹസ്യമായി ഓരോ വ്യക്തിയുടെ അരികിൽ പോയി ഒറ്റയ്ക്കും എല്ലാം കൂട്ടായ്മയോടെയും ഞാൻ പറഞ്ഞു നോക്കി അല്ലാഹ്. പക്ഷേ അതെല്ലാം അവർ നിഷേധിക്കുകയാണ് റബ്ബേ, തിരസ്കരിക്കുകയാണ് റബ്ബേ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷമവും അവിടുത്തെ വെപ്രാളവും അവിടുത്തെ വ്യഥയും അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. ഞാൻ ഈ ജനങ്ങളെയൊക്കെ വിളിച്ചു നോക്കി, അല്ലാഹ് നിന്റെ കാര്യം പറഞ്ഞു നോക്കി റബ്ബേ, നിന്നെ കുറിച്ച് പറഞ്ഞു നോക്കി, ഇസ്ലാമിന്റെ നിയമങ്ങളെ പഠിപ്പിച്ചു. ഇവരൊന്നും കേൾക്കാൻ തയ്യാറല്ല അല്ലാഹ്. ഇന്ന് ഉമ്മത്ത് അങ്ങനല്ലേ? ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിക്കാഹ്, കല്യാണം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിനൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. വേണ്ട, സ്വീകരിക്കാൻ തയ്യാറായാൽ വന്നപ്പോൾ അവസാനം എന്താ ചെയ്തത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബി ലാ തദർനി റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക തദർഹും യുളില്ലൂ ولا يلدوا إلا فاجرا كفارا. അല്ലാഹുവേ നിന്നെ ധിക്കരിക്കുന്ന ഈ ധിക്കാരി വർഗത്തെ ഈ ഭൂലോകത്ത് ജീവിക്കാൻ നീ അനുവദിച്ചാൽ അവരുടെ ബീജത്തിൽ ജനിക്കുന്ന സന്താനങ്ങൾ പോലും ധിക്കാരികളായി ഈ ലോകത്ത് അഹങ്കാരികളായി നടക്കും പടച്ചവനെ. അതുകൊണ്ട് ഈ ഭൂലോകത്ത് ധിക്കാരികളെ വെച്ചു പൊറുപ്പിക്കല്ലേ അല്ലാ. കുറെ നാള് ദഅവത്ത് ചെയ്തു, 1-2 ദിവസമല്ല, 950 വർഷം. 950 വർഷം. നമ്മൾ മനസ്സിലാക്കേണ്ടത് 900 ഒന്നും വേണ്ട, കുറേ പ്രാവശ്യം അവനോട് പറയും, നിസ്കരിക്ക്, നോമ്പ് പിടി, പലിശ വാങ്ങല്ലേ, കള്ളുടിക്കല്ലേ, കഞ്ചാവ് അടിക്കല്ലേ, പാൻപരാഗ് അടിക്കല്ലേ. ഇതൊക്കെ പറഞ്ഞു നോക്കും. മനസ്സിലാവുന്നില്ല എങ്കിൽ അവസാനം മനസ്സുകൊണ്ട് വെറുക്കും. അല്ലാഹ് ഈ ഖൗമിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ റബ്ബേ, എന്താ ചെയ്യാ? ആ വിഷമം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് അവതരിപ്പിച്ചു. നിന്നെ ധിക്കരിക്കുന്ന ഈ സമുദായത്തെ ഈ ഭൂലോകത്ത് വെച്ചേക്കണ്ട, മൊത്തത്തിനും തട്ടിയേ. حتى إذا جاء أمرنا وفارت النور. الله سبحانه وتعالى തീരുമാനം ഇതാ വരാൻ പോവുകയാ. നൂഹേ, നിന്നെ വിശ്വസിച്ച എന്നെ വിശ്വസിച്ച എൻ്റെ അനുയായികളുമായി നീ വാഹനത്തിൽ കയറിക്കോ നൂഹേ. ബാക്കിയുള്ളവരെ ഞാൻ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് നൂഹേ. ബാക്കിയുള്ളവരെ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. അല്ലാഹയെ വിശ്വസിച്ചവരെ ഈ വണ്ടിയിൽ കയറ്റിക്കോ, പോയിക്കോ. حتى إذا جاء أمرنا وفارت النور. അല്ലാഹുവിന്റെ തീരുമാനം എത്തുകയാണ്. അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അടുപ്പ് പൊട്ടിത്തെറിക്കുകയാ. ജലപ്രളയമാണ്, ഉറവ പൊട്ടുകയാണ്. എത്രത്തോളം മലമുകളിൽ കഴിഞ്ഞുകൂടിയവരെയും വലിയ വലിയ വമ്പൻ തിരമാലകൾ അവരെ പൊതിയുകയാ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരു തിരമാലയെ പരിചയപ്പെടുത്തുകയാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ആദ്യമായി നാം കേൾക്കുന്ന തിരമാല 10,000 വർഷങ്ങൾക്ക് മുമ്പ് നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച തിരമാലയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ ആ തിരമാലയെയും ഈ തിരമാലയെയും യോജിപ്പിക്കുകയാ. അല്ലാഹുവിനെ ധിക്കരിച്ച ധിക്കാരി വർഗത്തെ സുനാമി തിരമാലകളെ കൊണ്ട് പാഠം പഠിപ്പിച്ച ചരിത്രം പരിശുദ്ധ ഖുർആനിന്റെ താളുകളിൽ കിടക്കുന്നുണ്ടെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ സുനാമി തിരമാലകളെ അതിജയിച്ച മനുഷ്യ, സുനാമി തിരമാലകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നുവെങ്കിൽ വലാ യഖ്ലിഖു അൻ കസറത്തിർ റദ്, പഴഞ്ചനല്ല. വർത്തമാന കാലഘട്ടങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് വ്യക്തമായ രൂപരേഖയോടുകൂടി ലോകത്തിന്റെ പെരുമാറിൽ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. അത് റബ്ബിന്റെ ഗ്രന്ഥമാണ്. ആരുടെയും കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത വൈരുദ്ധ്യമില്ലാത്ത ഗ്രന്ഥമാണെങ്കിൽ ആ
ഖുർആനിൽ അല്ലാഹു സുനാമി തിരമാലകളെ കുറിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി സുനാമി അടിച്ചാലും അമേരിക്കക്കാരന്റെ പെന്റഗണിന്റെ കമ്പ്യൂട്ടർ ചലിക്കാതെ ലോകത്ത് ഒരു ചുക്കും നടക്കുകയില്ല എന്ന് വീരവാദം മുഴക്കുമ്പോ അമേരിക്കക്കാരനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സുനാമി തിരമാല അടിച്ചപ്പോ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ സുനാമിയെ കുറിച്ചൊരു മുന്നറിയിപ്പ് നൽകാൻ അമേരിക്കക്കാരന് സാധ്യമായില്ല എങ്കിൽ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് അതിന്റെ തെളിവ്. പക്ഷേ ഖുർആൻ പഠിച്ചിരുന്നുവെങ്കിൽ, ഖുർആനിന്റെ വചസ്സുകളെ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, ഖുർആനിന്റെ അത്ഭുതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നുവെങ്കിൽ ഇനി നടക്കാനുള്ള സംഭവങ്ങളെ കുറിച്ച് അതാ ചർച്ച ചെയ്യുകയാ. കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുറിച്ചും അതാ ചർച്ച ചെയ്തിരിക്കുകയാ. സുനാമി തിരമാലകളെ കുറിച്ച് ലോകത്ത് പരിചയപ്പെടുത്തിയത് അമേരിക്കക്കാരന്റെ കമ്പ്യൂട്ടർ അല്ല, അത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാതെ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും സുനാമിയെ കുറിച്ച് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നുകളിലാണ് സുനാമി തിരമാലകളെ കുറിച്ച് ഇന്ന് നമ്മുടെ ശാസ്ത്ര ഗവേഷകരെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതും അത് തന്നെയാണ്, സുനാമി തിരമാല. എന്താണ് ഈ സുനാമി? രണ്ട് തിരമാലകളുടെ ഒരു സംയമനം. രണ്ട് തിരമാലകൾ, കടലിനടിയിൽ ഒരു തിരമാല, കടലിന് മുകളിലും ഒരു തിരമാല. രണ്ട് തിരമാല. ഈ രണ്ട് തിരമാലകൾ തമ്മിൽ യോജിച്ച് സംയോജിച്ച് ഒരുമിച്ച് ഭയങ്കരമായ നിലയിൽ, അതായത് വമ്പൻ തിരമാല പോലെ, വമ്പൻ തിരമാല പോലെ. സുനാമി എന്ന് പറഞ്ഞാൽ, വമ്പൻ തിരമാല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഉയരത്തിൽ, മീറ്റർ കണക്കെ കിലോമീറ്റർ കണക്കെ ഉയരുന്ന തിരമാല. അതാണല്ലോ സുനാമി തിരമാല. ഇതാണ് നമ്മുടെ ഗവേഷകരെ പഠിപ്പിച്ചത്, നമ്മുടെ ശാസ്ത്രം പഠിപ്പിച്ചത്. കടലിനടിയിലും ഒരു തിരമാല, കടലിന് മുകളിലും ഒരു തിരമാല. രണ്ട് തിരമാല. ഇന്ന് നമ്മുടെ പരിസരങ്ങളിൽ ബീച്ചിൽ പോയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കടലിന്റെ തിരമാല നോക്കിയാൽ ഒരു തിരമാല നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പൊ അടിയിൽ ഒരു തിരമാല ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞു, മുകളിൽ ഒരു തിരമാല ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ശാസ്ത്രം പറയുന്നു അടിയിലും ഒരു തിരമാലയുണ്ട്, മുകളിലും ഒരു തിരമാലയുണ്ട്. ഈ രണ്ട് തിരമാലകളും കൂടെ യോജിച്ചാണ് സുനാമി തിരമാലയായി രൂപപ്പെടുന്നത്. വമ്പൻ തിരമാല. പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൈകാര്യം ചെയ്തത് സുനാമി തിരമാലയാണെങ്കിൽ ഇന്ന് ഈ സുനാമി തിരമാലയ്ക്ക് നമ്മുടെ ശാസ്ത്ര ഗവേഷകർ പേരിട്ടത് പർവ്വത സമാനമായ തിരമാല. വഹിയ തജ്രീ ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. വഹിയ തജ്രീ ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. وإذا غشيهم موج كالظلل. وإذا غشيهم موج كالظلل دعوا الله مخلصين له الدين. പരിശുദ്ധ ഖുർആനിൽ സുനാമി തിരമാലയെ കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയെങ്കിൽ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാ അത്ഭുതമല്ലയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപയോഗിച്ച വാക്കെന്താണ്? നൂഹ് നബിയും അവിടുത്തെ അനുയായികളും സുനാമി തിരമാലകളെ ഭേദിച്ചുകൊണ്ട് കടന്നു നീങ്ങുകയാണ്. വഹിയ തജ്രീ ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. ഐ മൗജിൻ കൽ ജിബാൽ. പർവ്വത സമാനമായ തിരമാല. അതല്ലയോ സുനാമി തിരമാല? പർവ്വത സമാനമായ തിരമാലകളെ ഭേദിച്ചുകൊണ്ടാണ് നൂഹ് നബിയുടെ കപ്പൽ നീന്തി തുടിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആല മറ്റൊരായത്തിലൂടെ പറയുകയാണ്, വഇദാ ഗശിയഹും മൗജൂൻ കൽലുലൽ. പർവ്വത സമാനമായ തിരമാലകൾ അവരെ മൂടി പൊതിഞ്ഞാൽ, ഐ കൽ ജബൽ. പർവ്വത സമാനമായ സുനാമി തിരമാലകൾ അവരെ മൂടി പൊതിഞ്ഞാൽ അവർ അല്ലാഹുവിനെ വിളിച്ച് കേണപേക്ഷിക്കും. മുഖ്ലിസീന ലഹുദ്ദീൻ. ഇന്റഗ്രിറ്റിയോടുകൂടി, നിഷ്കളങ്ക മനസ്സോടുകൂടി, പൊട്ടിക്കരഞ്ഞുകൊണ്ട്, പൊട്ടിത്തെറിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് അവർ നിലവിളിച്ചു പറയുന്നുവെങ്കിൽ ആ സുനാമി തിരമാലകൾക്കകപ്പെട്ടു പോയാൽ അല്ലാഹു അല്ലാതെ രക്ഷപ്പെടുത്താൻ മറ്റാരെങ്കിലും ഉണ്ടോ? അപ്പോൾ പർവ്വത സമാനമായ തിരമാല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയെങ്കിൽ ശാസ്ത്രം വീണ്ടും പറയുന്നു കടലിനടിയിലും ഒരു തിരമാലയുണ്ട്, കടലിന് മുകളിലും ഒരു തിരമാലയുണ്ട്. ഈ രണ്ട് തിരമാലകളും യോജിച്ചുകൊണ്ടാണ്
പർവ്വത സമാനമായ തിരമാലയായി ഉയരുന്നതെന്ന് പറയുമ്പോ കടലിന്റെ അടിത്തട്ടിലെ തിരമാലയെ കുറിച്ച് ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ടോ? ഉണ്ട്. സൂറത്തുൻ നൂർ പരിശോധിച്ചാൽ കാണാം. ഔ കളുമാത് ഫീ ബഹരിൽ ലുജ്ജി യഗ്ശാഹു മൗജ് മിൻ ഫൗഖിഹി മൗജ്. മൗജ് എന്ന് പറഞ്ഞാൽ തിരമാല എന്നാണ് അറബി ഭാഷ അർത്ഥമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 2 പ്രാവശ്യം മൗജ് മൗജ് എന്ന് പറഞ്ഞു. എന്തേ? കടലിന് 2 തിരമാലകൾ ഉണ്ടായിരിക്കാം. അതാണല്ലോ മൗജ് എന്ന് പറയാനുള്ള കാരണം. ബഹുമാനമുള്ള സഹോദര, അന്ധവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാഹു ചർച്ച ചെയ്യുമ്പോ പരിശുദ്ധ ഖുർആനിൽ ഉപമയായിട്ട് അല്ലാഹു അറിയിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അതൊരു അന്ധകാരം പോലെയാണ്. ഫീ ബഹരിൽ ലുജ്ജി, ആഴക്കടലിലെ അന്ധകാരം പോലെയാണ്. യഗ്ശാഹു മൗജ്, ആ ആഴക്കടലിനെ ഒരു തിരമാല പൊതിയുന്നു. മിൻ ഫൗഖിഹി മൗജ്, അതിന്റെ മുകളിലും ഉണ്ടൊരു തിരമാല. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകന്റെ മേൽ അവതീർണമായ ഖുർആനിൽ 21-ാം നൂറ്റാണ്ടിൽ അടിക്കുന്ന സുനാമി തിരമാലകളെ കുറിച്ച് ചർച്ച ചെയ്തെങ്കിൽ ഒരൊറ്റ പോക്രികൾക്ക് പോലും പരിശുദ്ധ ഖുർആനിനെ പുറന്തള്ളാനോ വലിച്ചെറിയാനോ പിച്ച് ചീന്താനോ സാധ്യമല്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ ഇന്നലകളുടെ ഗ്രന്ഥമാണ്, ഇന്നുകളുടെ ഗ്രന്ഥമാണ്, നാളുകളുടെ ഗ്രന്ഥമാണ്, കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത ഗ്രന്ഥമാണ്, വൈരുദ്ധ്യങ്ങളില്ലാത്ത ഗ്രന്ഥമാണ്, പടച്ച തമ്പുരാന്റെ സത്യസന്ദേശമാ. അതാരെ കൊണ്ട് മായിച്ചു കളയാൻ സാധ്യമല്ല. അതിന്റെ അർത്ഥവ്യത്യാസങ്ങളെ തേച്ചുമാക്കാനോ അതിന് വല്ലാത്ത അർത്ഥങ്ങൾ കൊടുത്ത് അതിനെ ഇടങ്ങേറാക്കാനോ മാലിന്യവൽക്കരിക്കാനോ സാധ്യമല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞർ പരിശുദ്ധ ഖുർആനിനെ ഗവേഷണം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടുത്തെ അനുയായികളെ, അഹങ്കാരികളായ അനുയായികളെ കൈകാര്യം ചെയ്തത് ഇന്നത്തെ കാലഘട്ടത്തിൽ അടിച്ചത് പോലുള്ള സുനാമി തിരമാലയാ. ഇവിടെ ഈ സുനാമി അടിച്ചത് എവിടെയാ? ബീച്ചുകളിലല്ലേ? എത്രയെത്ര ബീച്ചുകളിൽ. ഇന്തോനേഷ്യ മുതൽ തുടങ്ങിയില്ലേ? ഇന്തോനേഷ്യ കൊണ്ട് തുടങ്ങിയെങ്കിൽ കോടിക്കണക്കിന് ഡോളർ നഷ്ടം സംഭവിച്ചു, ലക്ഷക്കണക്കിന് മനുഷ്യന്റെ ജീവന് ഹാനി സംഭവിച്ചു. എത്രയെത്ര മനുഷ്യ മക്കളുടെ കുടിലുകളാണ് നശിച്ചു പോയത്. എത്രയെത്ര വിലപിടിപ്പുള്ള സാധനങ്ങളും കൊട്ടാരങ്ങളുമാണ് തകർന്നടിഞ്ഞു പോയതെങ്കിൽ ബഹുമാനമുള്ള സഹോദരാ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ഇന്തോനേഷ്യ. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ചാൽ അത് ഏത് ധിക്കാരി വർഗമാണെങ്കിലും അവരെ കൈകാര്യം ചെയ്യും എന്നതിന്റെ ചരിത്രമാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് എല്ലാ വർഷവും 4-4.5 ലക്ഷത്തോളം ജനങ്ങൾ പരിശുദ്ധമായ കഅബ ഷരീഫിലേക്ക് വരുന്നുവെങ്കിൽ അവിടെ കല്യാണം കഴിക്കണമെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ ഹജ്ജ് ചെയ്തിരിക്കണമെങ്കിൽ അത്രത്തോളം പരിശുദ്ധ ഇസ്ലാം അധികരിച്ച് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ നാട്ടിലാണ് സുനാമി പ്രതിഭാസം അല്ലാഹു പരിചയപ്പെടുത്തിയതെങ്കിൽ എന്തേ സുഹൃത്തെ അതിനുള്ള കാരണം എന്തെന്നറിയുമോ? ഒന്ന് പരിശോധിച്ചാൽ അറിയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ സെക്സ് റാക്കറ്റ് നടക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. റെഡ് സ്ട്രീറ്റ് വ്യഭിചാരം നടക്കുന്നത് ഇന്തോനേഷ്യയിൽ. അല്ലാഹു വിട്ടില്ല. പല പരീക്ഷണങ്ങളും അല്ലാഹു നൽകി അവരെ പരീക്ഷിച്ചു നോക്കി. രക്ഷയില്ല. അവസാനം ഒരു പിടി. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. ഒരൊറ്റ പിടി അല്ലാഹു പിടിച്ചു. അല്ലാഹു ചോദിക്കാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സത്ഹുമുൽ ബഅസാ വൽളറാ വസുൽസിലൂ حتى يقول الرسول والذين آمنوا معه متى نصر الله
അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. പല പല ചരിത്ര സത്യങ്ങളും അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 21-ാം നൂറ്റാണ്ടിലെ ലാഘവത്തോടുകൂടി ആഡംബര പ്രിയരായി ജീവിക്കുന്ന പണം കൊണ്ട് അമ്പാനമാടി അല്ലാഹുവിനെയും ആഖിറത്തെയും ഖബറിനെയും ഭയപ്പെടാതെ ജീവിക്കുന്ന മനുഷ്യ, നിന്നോട് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. ലാഘവത്തോടുകൂടി വളരെ പെട്ടെന്ന് സുഖ സൗകര്യത്തോടുകൂടി സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന ബോധ്യത്തോടുകൂടി നീ കഴിയുകയാണോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. മുൻഗാമികൾ അനുഭവിച്ച സംഭവങ്ങളെ കുറിച്ച് നിന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ട് ആ സംഭവങ്ങളൊന്നും നീ പഠിക്കാതെയും ഉൾക്കൊള്ളാതെയും അതുപോലെ നിന്റെ ശരീരത്തിലും പോറലേൽക്കാതെയും ലാഘവത്തോടെ നീ അങ്ങ് സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ ദഹിക്കുന്നുണ്ടോ? ബസ്സതുഹുൽ ബഅസാ വല്ലറാ. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ദുഃഖവും ദുരിതവും വലിയ വലിയ കിടുകിടാ വിറപ്പിക്കപ്പെട്ട ചരിത്ര പശ്ചാത്തലങ്ങൾ മുൻഗാമികളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എതുവരെ എന്ന് വെച്ചാൽ ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ. ലോകത്തിന്റെ നായകത്വം വഹിക്കുന്ന പ്രവാചകൻ പോലും അവിടുത്തെ തണലിനെ പിൻപറ്റിക്കൊണ്ട് കഴിയുന്ന സഹാബാക്കൾ പോലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിടുകിടാ വിറപ്പിക്കപ്പെട്ടപ്പോൾ അവര് പോലും ചോദിച്ചില്ലയോ, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ്, അള്ളാന്റെ സഹായം എപ്പോഴാണ്? ആധുനിക ടെക്നോളജിയിൽ മുങ്ങിത്താഴുന്ന മനുഷ്യ, ഭൂമി കുലുക്കമോ ഭൂകമ്പമോ ഉണ്ടായാൽ അമ്പരചുംബികളായ കോട്ടകൊത്തളങ്ങൾ ഭൂമി വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ അത്യാധുനിക ഉപകരണങ്ങൾ കൊണ്ട് മനുഷ്യനെ രക്ഷപ്പെടുത്താനോ ഈ കെട്ടിടങ്ങളെ രക്ഷപ്പെടുത്താനോ കഴിയുമോ? കേവലം ഒരു കൊടുങ്കാറ്റടിച്ചാൽ, കേവലം ഒരു കൊടുങ്കാറ്റടിച്ചാൽ, കേവലം ഒരു ചൂടായ കാറ്റടിച്ചാൽ, ഒരു കൊടും തണുപ്പ് വന്നു പോയാൽ, ഒരു സെക്കൻഡ് ഭൂമി ഒന്ന് കിടകിടാ വിറപ്പിക്കപ്പെട്ടാൽ, ഈ ആർ തട്ടഹസിക്കുന്ന തിരമാലകൾ നമ്മെ ഒന്ന് കവർന്നാൽ ഇവിടുത്തെ നിയമപാലകരെ കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയുമോ? ഇവിടുത്തെ അധികാരി വർഗത്തെ കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയുമോ? ഫൽ ഹുക്മു ലില്ലാഹ്. അല്ലാഹുവിനാണല്ലോ സകലമാന അധികാരങ്ങളും, അവൻ തന്നെയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. റബ്ബിന്റെ കോടതിയെ വഞ്ചിച്ചുകൊണ്ട്, റബ്ബിനെ വഞ്ചിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിക്കാതെ കേവലം ഭൗതികതയുടെ പിന്നാലെ പോകുന്ന മനുഷ്യ, നിനക്കും ഈ ദുരിതം വരാതെ നിന്നെ ഈ ലോകത്ത് നിന്ന് ഞാൻ എന്റെ ദർബാറിലേക്ക് വിളിക്കുകയില്ല. അതിന്റെ അടയാളമാണ് പരിശുദ്ധ പ്രവാചകനെയും അവിടുത്തെ സഹാബാക്കളെ പോലും കിടുകിടാ വിറപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണെന്ന് അവർ നിലവിളിച്ചപ്പോൾ, അലാ, അവർ സർവവും അല്ലാഹുവിന്റെ മുന്നിലേക്ക് ത്യജിച്ചപ്പോ, അവരുടെ ജീവിതവും അവരുടെ സമ്പത്തും അവരുടെ ഊർജവും അവരുടെ എല്ലാം റബ്ബിന്റെ കോടതിയിലേക്ക് അവർ പരിത്യജിച്ചപ്പോ റബ്ബിന്റെ മറുപടി ഉണ്ടായി, ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലാഹുവിന്റെ സഹായം ഇതാ ഉടനെ എത്തും കേട്ടോ. അല്ലാഹു സഹായിക്കും. എപ്പോ? അല്ലാഹയെ വിളിക്കണം. ആ സമയത്ത് ഇടങ്ങേറൊക്കെ വന്നതിന് ശേഷം അല്ല, അതിന് മുമ്പേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായുള്ള ബന്ധം വേണം. ഇടങ്ങേറ് വരുമ്പോ ഒരു വിളി, അത് അല്ലാഹ്ക്ക് ഇപ്പൊ ആവശ്യമൊന്നുമില്ല. ആ സമയത്തുള്ള വിളിയല്ല അല്ലാഹ്ക്ക് വേണ്ടത്. നിങ്ങൾ അതിന് മുമ്പേ റബ്ബുമായുള്ള ബന്ധം സ്ഥാപിക്കണം. അതാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുയായികളെ അല്ലാഹ് രക്ഷപ്പെടുത്തിയത്. ഫീഹി നബഉ മാ ഖബലകും. മുൻഗാമികളുടെ ചരിത്രം ഇതിനകത്തുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ ഈമാൻ, ഞങ്ങൾ ഈമാൻ ഉള്ളവരാണ്, ഞങ്ങൾ വിശ്വാസമുള്ളവരാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരാപത്തും വരൂല എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഖുർആൻ ചോദിക്കുന്നു. വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഒരു പ്രത്യേകമായ ഗ്രൂപ്പുകാരെ നോക്കി അല്ലാഹു പിടിക്കൂല. പിടിക്കുമ്പോൾ മൊത്തത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിടിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിടിക്കുമ്പോൾ മൊത്തത്തിൽ പിടിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാണ് നമ്മളോട് ചോദിക്കുന്നത്. നിങ്ങൾ വിശ്വാസികളായി എന്ന് പറഞ്ഞതുകൊണ്ട്, ഞങ്ങൾ വിശ്വസിച്ചവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അങ്ങ് വെറുതെ വിട്ടേക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് മുൻഗാമികളുടെ ചരിത്രം നമുക്കൊരു പാഠമാണ്. മുൻഗാമികളുടെ ചരിത്രം നമുക്കൊരു പാഠമാണ്.
ഇതിപ്പോ ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. ലൂത്ത് നബിയുടെ കാലഘട്ടം, ഷുഐബ് നബിയുടെ കാലഘട്ടം, സ്വാലിഹ് നബിയുടെ കാലഘട്ടം, ഹൂദ് നബിയുടെ കാലഘട്ടം, അവർക്കൊക്കെ സംഭവിച്ചത് എന്താ, അതൊക്കെ അതിന്റെ വിഷയത്തിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്കതെല്ലാം കൂടുതൽ അങ്ങോട്ട് ചർച്ച ചെയ്യാൻ കഴിയില്ല, ഒരുപാട് സമയമായി പോയി. ഇപ്പൊ തന്നെ 9:30 ആയി ഒരു വിഷയം പറഞ്ഞപ്പോ തന്നെ. ഇനി എത്രയോ വിഷയം പറയാൻ കിടക്കും. ശേഷമുള്ളവരെ ഇപ്പോൾ ജീവിക്കുന്നവരെ, നിങ്ങൾക്കുള്ള സകലമാന വഴികളെ കുറിച്ചും ഈ ഖുർആൻ വിജയത്തിന്റെ വഴികൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. കേൾക്കണേ, പഠിക്കണേ, ഉൾക്കൊള്ളണേ, ചിന്തിക്കണേ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആനിനെ കുറിച്ച് എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്, മനസ്സിലാക്കാത്തത്? ഖുർആനിന്റെ പൊരുളിനെ കുറിച്ച് അറിയാത്തത് എന്തേ? നിങ്ങളുടെ ഹൃദയത്തിൽ പൂട്ട് വീണു പോയോ ദാസന്മാരെ, ദാസികളെ? അള്ളാന്റെ ചോദ്യം, എന്താ ചിന്തിക്കാത്തത്? എന്താ ഖുർആൻ പറഞ്ഞിട്ട് മനസ്സിലാത്ത? അള്ളാന്റെ ഗ്രന്ഥമല്ലേ ഇത്, എന്താ നിങ്ങൾ പഠിക്കാത്തത്? ഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാലഘട്ടക്കാർക്ക് അല്ലാഹു നമുക്ക് അറിയിക്കുന്ന കുറെ സന്ദേശം ഖുർആനിൽ പഠിക്കുന്നു. ഫീഹി ഖബറു മാ ബഅദകും. മുൻഗാമികൾ, അവർക്ക് ശേഷം വന്നവർക്ക് വേണ്ടി എന്തെല്ലാം നന്മകളാണോ അവർ ചെയ്താൽ അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ, തിന്മകളെ അവർ സ്വീകരിച്ചാൽ അവർക്കുണ്ടാകുന്ന ശിക്ഷകൾ, താക്കീതുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ വിശദീകരിക്കുകയാണ്. അത് നമുക്ക് 1, 2, 3 ആയത്തുകളുടെ ഒരു ചെറിയ കുറെ വിഷയങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്നത്, നബി തങ്ങൾ പറയുന്നത് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. സ്വർഗത്തിലേക്ക് എത്തി മാനവകുലത്തിന്റെ നിയമപുസ്തകം എന്ന് പറയുമ്പോൾ എന്താണ് നിയമം? ഖുർആനിലെ നിയമങ്ങൾ എന്താണ്? എന്ത് ചെയ്താൽ എന്താകും, ഇന്നത് ചെയ്താൽ എങ്ങനെയാകും, അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ? ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് വഴി? ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഈ സമുദായത്തിന് ഖുർആനുമായുള്ള ബന്ധം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് ഖുർആനുമായുള്ള ബന്ധമാണ്. ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സ്വഹാബത്ത് ചോദിച്ചു അത്രേ, നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങളെ ഒന്ന് വിശദീകരിച്ചു തരുമോ? മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശദീകരിച്ചു കൊടുക്കുകയാ. കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിയുടെ സ്വഭാവം ഖുർആനാണ്, നബിയുടെ ജീവിതം ഖുർആനാണ്, നബിയുടെ സംസാരം ഖുർആനാണ്, നബിയുടെ മാതൃക ഖുർആനാണ്, നബിയുടെ നടത്ത ഖുർആനാണ്, നബിയുടെ ജീവിതം ഖുർആനാണ്. മദീനയുടെയും മക്കയുടെയും പെരുമാറിലൂടെ 2 കാലിൽ ഒരു ഖുർആൻ സഞ്ചരിക്കുകയല്ലേ? ഒരു ഖുർആനിന്റെ വടവൃക്ഷമല്ലയോ മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സയ്യിദുൽ വറാ റസൂലുള്ളാഹി. ആ പ്രവാചകന്റെ നാവിലൂടെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഖുർആനിന്റെ ഉദ്ധരണികളെ നമ്മെ പഠിപ്പിച്ചു തന്നുവെങ്കിൽ ഖുർആൻ ഈ ലോകത്തോട് എന്താണ് പറയുന്നത്? സംശയം വേണ്ട, സംശയം വേണ്ട. ലാ റൈബ ഫീ, ആർക്കും സംശയം വേണ്ട. ഈ ഖുർആനിന്റെ ഉദ്ധരണികളെ സ്വീകരിക്കുന്നവർ മുത്തഖീങ്ങളാണ്, മുത്തഖീങ്ങളാണ്. ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങളാണ് അതിന്റെ ഉള്ളടക്കങ്ങൾ സ്വീകരിക്കുന്നത്. തഖ്വയില്ലാത്തവർ ന്റെ സംസാരങ്ങളാണ് സ്വീകരിക്കുക, അവന്റെ വാറോലകളെയാണ് പിൻപറ്റുക. ഖുർആൻ എത്രത്തോളം ഗൗരവത്തോടുകൂടി അവനോട് പഠിപ്പിച്ചു കൊടുത്താലും അത് സ്വീകരിക്കാൻ ഈ സമുദായം തയ്യാറാവുകയില്ല. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിസ്സംശയം ഈ ഖുർആൻ എന്ന് പറയുന്നത് മുത്തഖീങ്ങളുടെ മാർഗദർശന ഗ്രന്ഥമാ. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അന്ത്യദിനത്തെ കൊണ്ടും ആഖിറത്തെ കൊണ്ടും അദൃശ്യത്തെ കൊണ്ടും വിശ്വസിക്കുന്നവരത്രേ
വിശ്വാസികൾ, ഒരിക്കലും ഞാൻ മരിച്ചു പോകും, ആരുടെ മണ്ണിലേക്ക് എന്നെ കൊണ്ടുവെക്കപ്പെടും. ഇന്ന് ഞാൻ ഉറങ്ങുന്ന കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് ഒരു ചലനവുമില്ലാതെ ചേതനയറ്റ ശരീരത്തെ കുറെ ആളുകൾ വന്ന് പള്ളിക്കട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് എന്നെ വെച്ചുകൊണ്ട് ആ കബറിനകത്തേക്ക് കൊണ്ടുവച്ച് 3 പിടുവെണ്ണ് എന്റെ വായിലേക്ക് വാരിയിട്ടിട്ട് മടങ്ങിപ്പോകുമ്പോ ഞാൻ ഒറ്റപ്പെട്ട ജീവിതമാണ് ആ കബറിൽ നയിക്കുന്നതെങ്കിൽ അതിനെ കുറിച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളെ, അവർക്കുള്ള മാർഗദർശനമാണ് ഖുർആൻ. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളാണ് ഇതിനെ വിശ്വസിക്കുക. ഈ ഖുർആനിനെ അംഗീകരിച്ച് ജീവിച്ചാൽ അവന്റെ അന്ത്യസമയം അല്ലാഹു നന്നാക്കി കൊടുക്കുമത്രേ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം നമ്മുടെ ദിക്ർ എന്താണ്, നമ്മുടെ പ്രാർത്ഥന എന്താണ്, നമ്മുടെ ദുആ എന്താണ്? പടച്ചവനെ, അന്ത്യസമയം നീ നന്നാക്കി തരണമേ, അന്ത്യസമയം ഈമാനോടെ മരിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയും ദുആയുമാണ് നമ്മൾക്കെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അന്ത്യസമയം നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അതേ, ഏത് മുത്തഖീൻ? ഹുദല്ലിൽ മുത്തഖീൻ. ഈ ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന മുത്തഖീങ്ങളെ, നിങ്ങളുടെ അന്ത്യം അല്ലാഹ് ഏറ്റെടുത്തുകൊള്ളും. നിങ്ങൾ ദുഃഖിക്കണ്ട. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരുടെ റൂഹ് എടുക്കാൻ വേണ്ടി മലക്കുകൾ തയ്യാറായി നിൽക്കുമ്പോ, അള്ളാന്റെ തീരുമാനം വരുമ്പോ, ഖുർആനിന്റെ സാരഥികളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അള്ളാന്റെ തീരുമാനം വരുമ്പോ, വാനലോകത്ത് നിന്ന് മാലാഖമാർ ഇറങ്ങി വരികയാ, അവന്റെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കുകയാ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ റൂഹാണ് ഇപ്പോൾ പിടിക്കപ്പെടാൻ പോകുന്നതെങ്കിൽ, വാനലോകത്ത് നിന്ന് വിളിയാളമുണ്ടാകും. അതാ സ്വർഗത്തിന്റെ പട്ടുടയാടുകളുമായി നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ് മാലാഖമാർ. അവന്റെ തലയുടെ ഭാഗത്ത് വന്നിരുന്നു കൊണ്ട് വിളിച്ച് പറയുകയാ, അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഉഖ്റുജി. അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തിയടഞ്ഞ ആത്മാവേ, സന്തോഷത്തോടെ പുറത്തേക്ക് വാ. വബ്ശിരി ബിറൗഹി വറൈഹാൻ. സ്വർഗ്ഗം കൊണ്ട് നീ സന്തോഷ വർത്തമാനം അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വാ. ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. കുഴച്ച മാവിൽ നിന്ന് മുടിയെടുക്കുന്നത് പോലെ അവന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ പട്ടുടയാടകളിൽ പുതഞ്ഞു നേരെ സ്വർഗത്തിലേക്ക് പോവുകയാ. സ്വർഗത്തിലേക്ക് പോകുമ്പോ മാലാഖമാർ ആ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് പറയും, റൗവിഹു അഖാകും റൗവിഹു അഖാകും ഫഇന്നഹു കാന മിൻ ഗമ്മി ദുനിയ. ദുനിയാവിൽ വല്ലാതെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചവനാണ്. അവരുടെ ആത്മാവിന് ശാന്തി നൽകൂ, സന്തോഷിപ്പിക്കൂ, സന്തോഷിപ്പിക്കൂ എന്ന് വാനലോകത്തെ മാലാഖമാർ വിളിച്ചു പറയുകയും അവസാനം ആ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യുമത്രേ. അവരാരാണ്? അവർ മുത്തഖീങ്ങളാ. ആ മുത്തഖീങ്ങളുടെ വിശേഷണം എന്താണ്? ഖുർആനിൽ അല്ലാഹു ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. ഫഫീഹി ഖബറു മാ ബഅദകും. ഈ പറയപ്പെടുന്ന വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു കോലത്തിൽ മരിക്കാൻ പറ്റും. ഇനി പറയാൻ പോകുന്ന വിഷയം അല്ലാഹു മനസ്സിലാക്കട്ടെ. നമ്മൾ ദിവസം തോറും സമ്പാദിക്കുന്നത് എന്തിനാ? ജീവിക്കാൻ. നമ്മുടെ കുട്ടികൾക്ക്, മക്കൾക്ക്, ഭാര്യ, കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ സമ്പാദിക്കാൻ പോണത്. ദുബായി പോണത്, അബുദാബി പോണത്, സൗദിയിൽ പോണത്, ലണ്ടനിൽ പോണത്, അമേരിക്ക പോണത്, ഇവിടെ ജോലിക്ക് പോണത്, ഇതെല്ലാം കടയിടുന്നത്, കച്ചവടം നടക്കുന്നത് എല്ലാം സമ്പാദിക്കാനാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നമ്മുടെ ആഖിബത്ത് നന്നായി നല്ല അവസ്ഥയിൽ വരണോ? ഖുർആൻ നൽകുന്ന ഉപദേശം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും بالباطل إلا أن تكون تجارة عن تراض منكم.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, വിശ്വാസികളെ നിങ്ങൾ കച്ചവടം ചെയ്തോ, കച്ചവടം ചെയ്തോ, അത് സുന്നത്താണ്, അത് ഇബാദത്താണ്, ഇബാദത്താ. പക്ഷെ ആരാന്റെ സ്വത്തിനെ നീ ഇഷ്ടപ്പെടരുതേ, ഇഷ്ടപ്പെടരുതേ. ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. ഹലാലായ സമ്പാദ്യത്തിനോടൊപ്പം ഹറാം കൂട്ടിക്കുഴയ്ക്കരുതേ. കച്ചവടം ചെയ്യുമ്പോ രണ്ടു കൂട്ടരുടെയും ഇരു കൂട്ടരുടെയും സമ്മതപ്രകാരമല്ലാതെ പൈസ വാങ്ങരുതേ, കച്ചവടം ചെയ്യരുതേ, സാധനം വിൽക്കരുതേ. അങ്ങനെ നിങ്ങൾ ഹലാലിലേക്ക് ഹറാം കൂട്ടിക്കുഴച്ചാൽ നിങ്ങളുടെ ഇബാദത്തുകൾക്ക് പരിക്കേൽക്കുമത്രേ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ആഖിബത്ത് എന്നാവണ്ടേ, സ്വർഗത്തിൽ പോണ്ടേ, മുത്തഖീങ്ങളാവണ്ടേ. ഖുർആൻ നൽകുന്ന ഉപദേശം എന്താ? സമ്പാദ്യം ഹലാലാക്കുക. കുറെ പണം കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ കുറെ പണത്തിന്റെ ആവശ്യമൊന്നും അള്ളാഹ്ക്ക് വേണ്ട. നിന്റെ മക്കളെ നീ നന്നാക്കി വലുതാക്കി എടുക്കണമെങ്കിൽ ആ മക്കൾക്ക് കൊടുക്കുന്ന പൈസ, മക്കളെ കുടിപ്പിക്കുന്ന വെള്ളം, മക്കൾക്ക് കൊടുക്കുന്ന മിഠായി, അത് ഹലാലിന്റെ പൈസയിൽ നിന്നായിരിക്കണം. ഹറാമിന്റെ പൈസ നിന്റെ മക്കളുടെ വയറ്റിലെത്തിപ്പോയാൽ, നിന്റെ വയറ്റിലെത്തിയാൽ വല്ലാഹി സത്യം ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല, ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഇവിടെ കുറെ വിഷയം നമ്മൾ മനസ്സിലാക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസുകൾ കൂടി നമ്മൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കിക്കോ. കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുകയാണ്, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹു നല്ലവനാണ്, അവൻ നല്ലതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുകയാണ്, ബിമാ അമറ ബിഹിൽ മുർസലീൻ, പ്രവാചകന്മാരോട്, ദൂതന്മാരോട്, മുർസലീങ്ങളോട്, അംബിയാ മുർസലീങ്ങളോട് അല്ലാഹു കൽപ്പിച്ചതുപോലെ തന്നെ വിശ്വാസികളെ അല്ലാഹു നിങ്ങളോടും കൽപ്പിക്കുകയാ. എന്താണ് വിശ്വാസികളെ പ്രവാചകന്മാരോട് അല്ലാഹു കൽപ്പിച്ചത്? യാ അയ്യുഹർ റസൂൽ ഖുലൂ മിനത് ത്വയ്യിബാത്. യാ അയ്യുഹർ റസൂൽ ഖുലൂ മിനത് ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഏ മുർസലീങ്ങളെ, നാം നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നല്ലത് മാത്രമേ കഴിക്കാവേ, നല്ലത് മാത്രമേ സമ്പാദിക്കാവേ. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അവൻ നല്ലവനാണ്, നല്ലതല്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇന്നൽ അബ്ദ ഇദാ തഅബ്ബദല്ലാഹ, ഒരു അടിമ, അല്ലാഹുവിന്റെ അടിമ റബ്ബിന്റെ മുന്നിൽ അവൻ ഇബാദത്ത് എടുക്കുമ്പോൾ, അവൻ നമസ്കരിക്കുമ്പോ, അവൻ ദുആ ചെയ്യുമ്പോ, അവൻ ഖുർആൻ പാരായണം നടത്തുമ്പോ, അവൻ ദിക്ർ ചൊല്ലുമ്പോ, അവൻ സ്വലാത്ത് ചൊല്ലുമ്പോ, അവൻ ഹജ്ജ് ചെയ്യുമ്പോ, അവൻ തവാഫ് ചെയ്യുമ്പോ, ഖാല ശൈത്താനു ലിഅഅ്വാനിഹി, പിശാച് തന്റെ അനുയായികളോട് പറയും, ഉൻളുറൂ മിൻ ഐന മത്അമഹു. ആ ഭവ്യതയോടെ ഇബാദത്തോടെ നമസ്കരിക്കുന്ന ആ വ്യക്തിയെ പോയി ഒന്ന് നോക്ക്. അവന്റെ ഭക്ഷണം എവിടെ നിന്നാ, അവന്റെ സമ്പാദ്യം എവിടെ നിന്നാ, അവന്റെ വെള്ളം എവിടെ നിന്നാ, അവൻ കുടിച്ച വെള്ളം എവിടെ നിന്നാ, അവൻ കഴിച്ച ഭക്ഷണം എവിടെ നിന്നാ. ഏ ശൈത്താന്മാരെ, പിശാചുക്കളെ, ഒന്ന് പോയി അന്വേഷിക്കണേ എന്ന് ഇബ്ലീസ് വിളിച്ചു പറയുമത്രേ. ഒരാള് വലിയ ഭവ്യതയോടെ നമസ്കരിക്കുകയാ, വലിയ ഇബാദത്ത് ചെയ്യുകയാ, ഇബ്ലീസ് വിളിച്ചു പറയും, പോയി നോക്കൂ അവന്റെ ഭക്ഷണം എവിടെ നിന്നാ. മിന്നൈന തആമുഹു മത്അമുഹു. അങ്ങനെ വരും, പിശാച് വരും. പിശാച് വന്നിട്ട് അന്വേഷിക്കും, എവിടെ നിന്നാണ് ഭക്ഷണം ഇവന്റെ. നല്ല ഇബാദത്തിൽ ഇങ്ങനെ നിസ്കരിക്കാം. അപ്പൊ ഇവന്റെ തൊള്ളയിൽ കിടക്കുന്ന, എന്റെ വയറ്റിൽ കിടക്കുന്ന, പള്ളയിൽ കിടക്കുന്ന എവിടുന്ന് വന്നതാണ്? ഫൈൻ കാന തഅമുഹു മത്അമ ഹറാം. അവന്റെ സമ്പാദ്യം, അവന്റെ ഭക്ഷണം, അവന്റെ പാനീയം, അവന്റെ വസ്ത്രം, അവന്റെ നിസ്കാര കുപ്പായം, അവൻ നിസ്കരിക്കുന്ന റൂം, ആ വീട്, ഇത് ഹറാം കലർന്നതാണ്, ഹറാം ചേർന്നതാണെങ്കിൽ, ഖാല ശൈത്താൻ, പിശാച് പറയുമത്രേ, യത്അബു വയജ്തഹിദു ഉത്റുകൂ. അവൻ
അവനെ ഉപേക്ഷിക്കുക, അവനെ വിട്ടേക്കുക. യതഅബു വയജ്തഹിദു ഫഖദ് ഖഫാകും നഫ്സഹു. വെറുതെ അവൻ നമസ്കരിക്കുന്നു, വെറുതെ ഖുർആൻ ഓതുന്നു, വെറുതെ നോമ്പ് പിടിക്കുന്നു, വെറുതെ ഹജ്ജ് ചെയ്യുന്നു, വെറുതെ ദിക്ർ ചൊല്ലുന്നു, വെറുതെ സ്വലാത്ത് ചൊല്ലുന്നു. ഫഖദ് ഖഫാകും നഫ്സഹു. നിങ്ങൾ അവനെ ഇടങ്ങേറാക്കാൻ പോകണ്ട. കാരണം അവന്റെ ഉള്ളിൽ കിടക്കുന്നത് ഹറാം. ഹറാമിന്റെ ഒരു തുള്ളി വയറ്റിലുള്ളവൻ, ഹറാമിന്റെ ഒരംശം സമ്പത്തിലുള്ളവൻ, അവൻ എത്ര ഇബാദത്ത് ചെയ്താലും ആ ഇബാദത്ത് സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് പിശാച് പറയും അവനെ ഉപദ്രവിക്കണ്ട, അവൻ നിസ്കരിച്ചോട്ടെ, അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹറാമിന്റെ ഒരു അംശം സമ്പത്തിൽ കൂട്ടിക്കൊഴിച്ചവൻ ഭയങ്കര ഇബാദത്ത്, ഭയങ്കര ഇബാദത്ത്. ഈ ഇബാദത്ത് പിശാച് പറഞ്ഞെന്താ? വെറുതെ വെറുതെ കഷ്ടപ്പെടുന്നു. മാഫി ഫായിദ, മാഫി ഫായിദ, ഒരു ഫായിദ ഇല്ല. കാരണം എന്താ? കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്നഹു ഖറജ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസല്ല. നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം കുറെ സഹാബാക്കൾ നബി തങ്ങളുടെ കൂടെ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വറഅന്നാസ യതബായഊൻ. കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂൽ കാണുകയാ. ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ മഅശറ തുജ്ജാർ, ഏ കച്ചവടക്കാരെ, കച്ചവടക്കാരെ, ബിസിനസ്സുകാരെ, ബിസിനസ്സുകാരെ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു. ഫർതഫഉ ഫറഫഉ അഅനാഖഹും വഅബ്സാറഹും. കുനിഞ്ഞിരുന്ന കച്ചവടം ചെയ്തവർ നബി തങ്ങളുടെ വിളി കേട്ടപ്പോ ഫസ്തജാബു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറഫഉ അഅനാഖഹും വഅബ്സാറഹും. അവരുടെ മുഖം അവർ നിവർത്തുകയാ. നബി തങ്ങൾ വിളിച്ചു. എല്ലാവരും കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരാണ്. നബി തങ്ങളുടെ വിളി കേട്ടപ്പോ ആ നബി തങ്ങളുടെ വിളിക്ക് മറുപടി നൽകി എല്ലാവരും. വറഫഉ അഅനാഖഹും വഅബ്സാറഹum. فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, യാ മഅശറ തുജ്ജാർ, ഏ കച്ചവടക്കാരെ, ഏ ബിസിനസ്സുകാരെ, ഇന്ന തുജ്ജാറ യുബ്അസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ ഇല്ലാ മൻ ഇത്തഖല്ലാഹ വബറ വസദ്ദഖ. ഏ കച്ചവടക്കാരെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പള്ളിയുടെ തിരുമുറ്റത്ത് വെച്ച് ഹിജാസിന്റെ മണ്ണിൽ കച്ചവടക്കാരുടെ കച്ചവടം കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുകയാണ്, ഏ തുജാറുകളെ, കച്ചവടക്കാരാ, ബിസിനസ്സുകാരാ, നാളെ ആഖിറത്തിൽ കച്ചവടക്കാർ രണ്ട് കോലത്തിലാണ് വരിക. ഇന്ന തുജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ. ഒന്നുകിൽ കച്ചവടക്കാരൻ തമ്മാടിയുടെ കോലത്തിലായിരിക്കും വരിക, നരകത്തിന്റെ കത്തിയെരിയുന്ന തീയിലേക്ക് അമരാനുള്ള തയ്യാറെടുപ്പോട് കൂടിയായിരിക്കും വരിക. ഇല്ലാ ആരൊരാള് കച്ചവടത്തിൽ സത്യസന്ധതയും, ആരൊരാള് ധർമ്മവും, ആരൊരാള് ഖുർആനിന്റെയും ഹദീസിന്റെയും നിയമനിർമ്മാണങ്ങളെ കച്ചവടങ്ങളിൽ പാലിക്കുന്നില്ലയോ, അവരൊഴിച്ച് നാളെ കച്ചവടക്കാരെല്ലാം റബ്ബിന്റെ കോടതിയിൽ തമ്മാടികളായിട്ടാണ് വരിക. അതുകൊണ്ട് നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, ശൂബൂ ബൈഅകും ബിസ്സദഖ ഇന്ന ശൈത്താന യഹ്ളുറാനിൽ ബൈഅ. കച്ചവടത്തിൽ പിശാച് കയറി കുടുങ്ങിപ്പോകും സഹോദരങ്ങളെ. കച്ചവടത്തിൽ ഹറാമ് വരട്ടെ, കബളിപ്പിക്കൽ ഉണ്ടാകട്ടെ, നല്ല സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ച് മോശമായ സാധനങ്ങൾ കൊടുക്കുകയും കച്ചവടത്തിൽ കളവ് പറയുകയും ചെയ്തുകൊണ്ട് കച്ചവടം നടത്താൻ പിശാച് നിങ്ങളെ ഉത്ബോധനം നടത്തും. ഇന്ന ശൈത്താന യഹ്ളുറാനിൽ ബൈഅ ഫശൂബൂ ബൈഅകും ബിസ്സദഖ. കടയടയ്ക്കുമ്പോൾ നിങ്ങളുടെ കച്ചവടത്തിൽ ഉണ്ടാകുന്ന ന്യൂനതകൾക്ക് പരിഹാരമായി നിങ്ങൾ കുറച്ച് സദഖ ചെയ്യണേ. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കച്ചവടത്തിൽ പ്രശ്നം ഉണ്ടാകും, പിശാച് ഇടങ്ങേറുണ്ടാക്കും പിശാച്. അത് കുറച്ച് അങ്ങനെ ആക്ക്, ഇങ്ങനെ ആക്ക്. ചൈനയുടെ സാധനം ജപ്പാൻ അടിച്ചോട്, ചൈനയുടെ സാധനം ജപ്പാൻ അടിച്ചോട്. ചൈന എടുത്തിട്ട് വന്നത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്നാണ്, ദുബായിൽ നിന്ന് കൊണ്ടുവന്നാണ്. നല്ല സാധനം നല്ലതുണ്ട്. البيعان بالخيار ما لم يتفرقا. രണ്ട്
രണ്ടുപേര് കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞു കൊടുക്കണമേ. നിങ്ങൾ ആ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തിയാൽ ആ രണ്ട് കൂട്ടർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യും. നിങ്ങൾ ആ കച്ചവടത്തിൽ കളവ് പറയുകയും അതിന്റെ രഹസ്യം മറച്ചു വെക്കുകയും ചെയ്താൽ ആ രണ്ടുപേരുടെ കച്ചവടത്തിന്റെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. ആ കളവ് പറഞ്ഞ പൈസ നമ്മുടെ മക്കൾക്ക് കൊണ്ടുവന്ന് കൊടുക്കല്ലേ. ആ കളവ് പറഞ്ഞു കിട്ടിയ പൈസ നമ്മൾ സദഖ ചെയ്യരുതേ. ആ കളവ് പറഞ്ഞു കിട്ടിയ സദഖയുമായി നമ്മൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കരുതേ. കാരണം എന്തെന്നറിയുമോ, അതെല്ലാം നാളെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ അത് കാരണമാകും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, മൻ അകലൽ ഹലാല 40 യൗമാ, 40 ദിവസം ഒരാൾ ഹലാലായ ഭക്ഷണം കഴിച്ചാൽ നവ്വറല്ലാഹു ഖൽബഹു മിൻ നൂരിഹി വഅജ്റാ യനാബിയൽ ഹിക്മതി മിൻ ഖൽബിഹി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മുഖത്തെ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കുമത്രേ, നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കുമത്രേ. അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇൽമും ജ്ഞാനവും അല്ലാഹു പുറത്തേക്ക് അല്ലാഹു വ്യാപിപ്പിക്കുമത്രേ. അതിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുകയും ദീനീ ബോധമുള്ളവരായി മാറുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ 40 ദിവസം ഹലാലായ ഭക്ഷണം കഴിച്ചവരെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഅയ്യജഅല അഹദുകും ഫീ ഫീഹി തുറാബാ ഖൈറുൻ മിൻ അയ്യജഅല അഹദുകും ഫീ ഫീഹി ഹറാമാ. ഹറാമായ ഭക്ഷണം കൊണ്ട് വയറ് നിറയ്ക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് അഭികാമ്യം മണ്ണ് വാരി വയറ് നിറയ്ക്കടോ, മണ്ണ് വാരി വയറ് നിറയ്ക്കടോ, മണ്ണ് വാരി തിന്നടോ. അതാണ് നിനക്ക് ശ്രേഷ്ഠം. നിന്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ അത് കാരണമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ നിങ്ങൾ കച്ചവടത്തിൽ കളവ് കാട്ടിയിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യരുതേ. നാളെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ അത് കാരണമാകും. ദുആ സ്വീകരിക്കൂല, ഇബാദത്ത് സ്വീകരിക്കൂല, ഒരമലും ഒന്നും സ്വീകരിക്കൂല. കാരണം എന്താ? കച്ചവടം എന്ന് പറയുന്നത്, സമ്പാദ്യം എന്ന് പറയുന്നത് ഇബാദത്താണ്. ഇബാദത്താണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ തലബ ദുനിയാ ആരെങ്കിലും ഹലാലായി സമ്പാദിക്കുമ്പോ ഇസ്തിഅഫാഫൻ മിനൽ മസ്അല, ആരുടെ മുന്നിലും പോയി യാചിക്കരുതെന്ന ലക്ഷ്യത്തോടെ വസഅയൻ വഅത്ഫൻ അലാ അഹ്ലിഹി വസഅയൻ അലാ അഹ്ലിഹി, തന്റെ കുടുംബത്തിന് ചെലവ് നൽകണമെന്ന ലക്ഷ്യത്തോടെ വതഅത്തുഫൻ അലാ ജാരിഹി, അയൽവക്കക്കാരെ കൂടി പരിഗണിക്കണമെന്ന ഉദ്ദേശത്തോടെ ആരെങ്കിലും കച്ചവടം ചെയ്താൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമ വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദർ, 14 രാവിലെ ചന്ദ്രനെ പോലെ ഇവന്റെ മുഖം പ്രകാശിച്ച അവസ്ഥയിലായിരിക്കും ഖിയാമത്ത് നാളിൽ ഇവനെ ഹാജരാക്കപ്പെടുക. ഹലാലായ സമ്പാദ്യം എന്തിന്? ഒന്ന് ഇസ്തിഅഫാഫു മിനൽ മസ്അല, മസ്അല തെണ്ടാൻ പാടില്ല, യാചിക്കാൻ പാടില്ല ആരുടെ മുന്നിലും പോയി, അതിൽ നിന്ന് ഒഴിവാകണമെന്ന ലക്ഷ്യത്തോടെ. വസഅയൻ അലാ അഹ്ലിഹി, തന്റെ കുടുംബത്തിനെ സംരക്ഷിക്കണമെന്ന നിയത്തോടെ. വതഅത്തുഫൻ അലാ ജാരിഹി, കുടുംബത്തെ മാത്രമല്ല അയൽവക്കത്തിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ആരെങ്കിലും കച്ചവടം ചെയ്താൽ ഖിയാമത്ത് നാളിൽ 14 രാവിലെ ചന്ദ്രന്റെ മുഖഭാവത്തോടു കൂടി ഇവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി ഹലാലായ സമ്പാദ്യം തന്നെ, മൻ തലബ ദുനിയാ ഹലാലാ മുഫാഖിറൻ ബിഹാ വമുകാസിറാ, ആരെങ്കിലും സമ്പാദ്യം അധികരിപ്പിക്കണം എന്ന പ്രൗഢിയോടുകൂടിയാണ് കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമ ലഖിയല്ലാഹ യൗമൽ ഖിയാമ വഹുവ അലൈഹി ഗളബാൻ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ ഇവൻ കാണുമ്പോൾ കോപിഷ്ഠനായ അവസ്ഥയിലായിരിക്കും. കളവ് പറഞ്ഞ് കച്ചവടം ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് സാധനം അത് അസലാണെന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുക, കച്ചവടത്തിൽ മായം ചേർക്കുക, ഇതുപോലുള്ള കാര്യങ്ങളിൽ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന സമ്പാദ്യവുമായി റബ്ബിന്റെ കോടതിയിലേക്ക് നാളെ വരുമ്പോ റബ്ബ് അവനെ കടാക്ഷിക്കുകയില്ല, അവനെ കാണുകയില്ല, അവനെ നോക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, നല്ലത് സമ്പാദിക്കണമേ, നല്ലത് കൊടുക്കണമേ,
ഇല്ലാത്തവർ എന്നെ കാണാൻ വരരുതേ, അവരുടെ ദുആ സ്വീകരിക്കില്ല, അവരുടെ അന്ത്യം വളരെ മോശമാകുമെന്ന് ഖുർആൻ. ഒരുപാട് വിശദീകരിക്കാനുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തൽക്കാലം ഓരോന്ന് പറഞ്ഞ് പെട്ടെന്ന് ചർച്ച ചെയ്ത് ഞാൻ പോവുകയാണ്. അതുകൊണ്ട് കച്ചവട ഹലാൽ ഒരുപാട് ഹദീസുകൾ ആയത്തുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിയമം, കുറച്ച് സമ്പാദിച്ചാലും മതി, അത് സമ്പാദ്യം ഹലാലായിരിക്കണം. ഉള്ളത് മതി, കുറച്ച് മതി, അതിൽ ബർക്കത്ത് കിട്ടിയാൽ മതി. ആ ബർക്കത്താണ് വേണ്ടത്. ആരെങ്കിലൊക്കെ പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ ആ ബക്കറ്റ് എടുത്തോ, എന്തായാലും കൊണ്ടുവന്നില്ല, ഇന്നലെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട്. എന്നല്ല ഈ ഉണ്ട് എന്താ പറയുക, പെട്ടിക്കകത്ത് തിരികെ പൈസ ഇടാൻ എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടായി പോയി. അതുകൊണ്ട് കളക്ഷൻ കുറഞ്ഞു പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബക്കറ്റ് ആയിക്കോ, ആളുകൾക്ക് ഒന്ന് തിരിക്കി ഇടാനൊന്നും സമയമില്ല, പെട്ടെന്ന് വേണമെങ്കിൽ എടുത്ത് 500-1000 ഇട്ട് തരും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹാഫിളീങ്ങൾ ഓതി ഖത്തമുൽ ഖുർആൻ ചെയ്യുന്ന ആ പുണ്യമായ മജ്ലിസാണ്. നമ്മുടെ ഇബാദത്തുകളും അമലുകളും കച്ചവടവും ഒക്കെ സ്വീകരിക്കാൻ എല്ലാവരും നിയത്ത് ചെയ്ത് അൽഹംദുലില്ലാഹ് ഒരു മാന്യമായൊരു തുക അവരെ ഇന്ന് ബക്കറ്റായിട്ട് വരും. അതിനകത്തോട്ട് എന്നെ സ്വീകരിക്കുന്നവർ 3 രീതിയിലാണ്. ഖുർആനെ സ്വീകരിക്കുന്നവർ 3 രീതിയിൽ 3 കോലത്തിലാണ്. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. പരിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങളെയും ഉള്ളടക്കങ്ങളെയും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അവതരിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് ആ ഖുർആൻ സമർപ്പിക്കുകയാ. ഈ ഖുർആനിന്റെ സാരഥികൾ ആരാണ്? ഈ ഖുർആൻ സ്വീകരിക്കേണ്ടവർ ആരാണ്? ഈ ഖുർആനിന്റെ അംഗീകരിക്കേണ്ടവർ ആരാണ്? ثم أورثنا الكتاب الذين اصطفينا من عبادنا നമ്മുടെ അടിമകളിൽ നിന്ന് കുറച്ചാളുകളെ ഈ ഖുർആനിന്റെ ഉത്തരവാദിത്വവുമായി നാം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഖുർആൻ, ഈ ഖുർആൻ സ്വീകരിക്കുന്നത് ആരാണ്? പരിശുദ്ധ ഖുർആൻ പറയാണ്. നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ ദീർഘിപ്പിടിക്കാൻ സമയമില്ല. നമുക്ക് ഇവിടെ സമയത്തിന് ചില പരിധികളൊക്കെ ഉണ്ടല്ലോ, ഓരോ ഏരിയകൾ. കാസർഗോഡ് ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ 1 മണി വരെ സംസാരിച്ചാൽ ഒരു പ്രശ്നമല്ല പാതിരാത്രി. ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ ചില സമയങ്ങൾ, അപ്പോൾ അതൊക്കെ നമ്മൾ പാലിക്കണം. പാലിച്ചുകൊണ്ടുള്ള പരിപാടി. അധിക പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നും ആർക്കുമില്ല. അതുകൊണ്ട് എല്ലാവരും കുറച്ചേരം കൂടി എന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ ഒരു അർത്ഥം കൂടെ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. കുറച്ച് വിഷയങ്ങൾ പറയാനുണ്ടല്ലോ. നമ്മുടെ സമ്പാദ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ എഴുന്നേറ്റ് പോയപ്പോൾ ഇതിപ്പോൾ ഇനി കേട്ടാൽ നാളെ പോലെ കച്ചവടം ചെയ്യാൻ പറ്റില്ല എന്ന വിഷയമായിരിക്കും. എന്തായാലും മരിക്കും ഉറപ്പാണ്. പക്ഷെ മരിക്കുന്ന സമയം നല്ല റാഹത്തായിട്ട് മരിക്കണം. അതിനുവേണ്ടി തയ്യാറാണ്. മരിക്കും എന്തായാലും ഉറപ്പാണ്. അതിന് എത്ര ഒളിച്ചു കളിച്ചിട്ടും കാര്യമില്ല. മരണം എത്തുമ്പോൾ ഖബറിലേക്ക് പോകണമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഇന്ന് വരെ ചെയ്തത് പോട്ടെ, ഇന്നലെ വരെ ചെയ്തത് പോട്ടെ. ഖുർആൻ പറയുന്ന സന്ദേശം ഇങ്ങനെയൊക്കെ ഉണ്ടോ അറിയില്ല. അല്ലാഹുവേ നീ മാപ്പാക്കണേ. തൗബ ചെയ്യാനുള്ള അവസരമല്ലേ? തൗബ ചെയ്യാനുള്ള അവസരമാണല്ലോ ഇത്. അതുകൊണ്ട് നമ്മൾ ആ തൗബ ചെയ്യാനുള്ള അവസരം നമ്മളത് മുതലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമിക്കുക. അതല്ലാതെ കണ്ട് നമ്മൾ ആരെയും വെറുപ്പിക്കാൻ പറയല്ല. കച്ചവടത്തിൽ എല്ലാവർക്കും ന്യൂനതകൾ കാണും. അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. നിബിധങ്ങൾ പറഞ്ഞ വാക്കുകളും ഹദീസുകളുമാണ് ഞാൻ പറയുന്നത്. ഇനിയും നമ്മൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഹറാമുകൾ സമ്പാദിച്ചാലോ? ഉപ്പ മരണപ്പെട്ടു പോയി. നിബിധങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടി കേൾക്കുമ്പോൾ മനസ്സിലാകും, ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ അനന്തര സ്വത്തുകൾ അധികരിപ്പിച്ചാൽ ആ അനന്തര സ്വത്തുകൾ ഉപയോഗിക്കുന്ന മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് നരകത്തിലേക്കാണ് പോകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് കൂടി ഒന്ന് കേൾക്കണേ. ഇന്നല്ലാഹ ഖസമ ബൈനകും അഖ്ലാഖകും കമാ ഖസമ ബൈനകും അർസാഖകും. നിങ്ങളുടെ സ്വഭാവം നിശ്ചയിച്ചതുപോലെ തന്നെ അല്ലാഹു നിങ്ങളുടെ റിസ്ക്കും നിശ്ചയിച്ചിരിക്കുകയാ. ഒരാൾക്ക് അത്ര റിസ്ക് ദുനിയാവിൽ കിട്ടും, അത് അല്ലാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സ്വഭാവം അല്ലാഹു തീരുമാനിച്ച് നിശ്ചയിച്ചതുപോലെ നിങ്ങളുടെ റിസ്ക്കും അല്ലാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ യുഅതി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു.
ഈ ദുനിയാവിന്റെ പ്രൗഢിയും പ്രതാപവും സമ്പത്തും അധികാരവും അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും നൽകും, ഇഷ്ടപ്പെടാത്തവർക്കും നൽകും. മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ പരിശോധിച്ചാൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത എത്ര അധികാരികളാണ് ലോകം അടക്കി വാണിരുന്നത്. ഫറോവ പോലും അവന്റെ കെട്ടിടത്തിന്റെ സമുച്ചയത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞില്ലേ, അന റബ്ബുകുമുൽ അഅ്ലാ, ഉന്നതനായ റബ്ബ് രക്ഷിതാവ് ഞാനല്ലയോ, എന്റെ കാലിന്റെ കീഴിലൂടെയല്ലയോ നൈൽ നദി ഒഴുകുന്നതെന്ന് പറഞ്ഞുവെങ്കിൽ സഹോദരാ, ആ ഫറോവ പോലും തകിടം മറിഞ്ഞ ചരിത്രമാണ് ദുനിയാവിൽ നാം കണ്ടതെങ്കിൽ എത്രയോ 1000 വർഷം പഴക്കമുള്ള ആ മൃതശരീരം പോലും ഇന്ന് നാം ഈജിപ്തിൽ പോയാൽ നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയുമെങ്കിൽ പടച്ച തമ്പുരാൻ ലോകത്തിൽ അഹങ്കരിച്ച ഓരോ പ്രൗഢിയും ഓരോ അഹങ്കാരികളുടെയും ചരിത്ര പശ്ചാത്തലം ഖുർആനിൽ നമുക്കൊരു പാഠമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിക്കോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ യുഅതി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. ദുനിയാവ് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. മറിച്ച് വലാകിൻ, പക്ഷേ യുഹിബ്ബു വലാകിൻ ഇന്നല്ലാഹ വലാകിൻ യുഅതി ദീന മൻ യുഹിബ്ബു. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ ദീൻ നൽകുകയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ ദീൻ നൽകുകയില്ല. ഒരു പ്രവാചകന്റെ കുടുംബക്കാരനായതുകൊണ്ട് അല്ലാഹു ദീൻ നൽകണമെന്നില്ല. ഒരു വലിയന്റെ കുടുംബക്കാരനായതുകൊണ്ട് അല്ലാഹു ദീൻ നൽകണമെന്നില്ല. പരിശുദ്ധ പ്രവാചകനായിരുന്ന ലൂത്ത് നബിയുടെ ഭാര്യ പിഴച്ചുപോയി, നൂഹ് നബിയുടെ ഭാര്യ പിഴച്ചുപോയി. പരിശുദ്ധ പ്രവാചകന്റെ കുടുംബക്കാരിൽ എത്രയോ പേർക്ക് ഹിദായത്ത് കിട്ടാതെ പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെവിയിൽ പോലും പോയി പറഞ്ഞിട്ട് ഷഹാദത്ത് ചൊല്ലാൻ താല്പര്യം കാണിക്കാത്ത കൊച്ചാപ്പമൂത്താപ്പമാരുടെ ചരിത്ര പശ്ചാത്തലം നാം മനസ്സിലാക്കിയെങ്കിൽ മഹദിയായ ആസിയ റളിയല്ലാഹു തആല അന്നയ്ക്ക് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകുമെങ്കിൽ അവിടുത്തെ ഭർത്താവ് പോലും പിഴച്ചു പോയെങ്കിൽ സഹോദര, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നല്ലാഹ യുഅതി ദീന മൻ യുഹിബ്ബു. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ ദീൻ നൽകുകയുള്ളൂ. വമൻ അഅതാഹു അല്ലാഹു അദ്ദീന, ആരൊരാൾക്ക് അല്ലാഹു ദീൻ നൽകിയോ അവരോട് അല്ലാഹു നൽകുന്ന ഉപദേശമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. വമൻ അഅതാഹു അല്ലാഹു അദ്ദീന, ആരൊരാൾക്ക് അല്ലാഹു ദീൻ നൽകിയോ അല്ലാഹുവിന്റെ റസൂൽ അവരോട് നൽകുന്ന ഉപദേശമാ. ഒന്ന്, വലാ യക്സിബു അബ്ദുൻ മാലൻ ഹറാമാ ഫയുൻഫിഖ മിൻഹു ഫയുബാറക ലഹു ഫീ. ഹറാമായ സ്വത്തുകൾ കോടികൾ സമ്പാദിച്ചു കൂട്ടിയിട്ട് ഫയുൻഫിഖ മിൻഹു, അതിൽ നിന്ന് നീ ചെലവ് ചെയ്യുകയും ഫയുബാറക ലഹു ഫീഹി, അതിൽ ബർക്കത്ത് കിട്ടണേ എന്ന് നീ പ്രതീക്ഷിച്ചാൽ അത് ബർക്കത്ത് കിട്ടുകയില്ല, അതിൽ ബർക്കത്ത് കിട്ടുകയില്ല. ولا يتصدق منه صدقة فيتقبل منه. ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് നീ സദഖ ചെയ്തിട്ട് ഇത് സ്വീകരിക്കണമേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. വലാ യത്റുകുഹു ഖൽഫ ലഹിരിഹി ഇല്ലാ കാന സാദുഹു ഇലന്നാർ. മാതാപിതാക്കൾ സമ്പാദിച്ച സമ്പാദ്യം ഹറാമായി പോയെങ്കിൽ അതിന്റെ അനന്തര സ്വത്തുകൾ ഉപയോഗിക്കുന്ന മക്കളെ, അവർ ഉപയോഗിക്കുന്ന സ്വത്തുകൾ ഹറാമാണെങ്കിൽ ഇല്ലാ കാന സാദുഹു ഇലന്നാർ, ആ സമ്പത്തും ആ സ്വത്തും അത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാ. ഹറാമായ സമ്പാദ്യത്തിലൂടെ പണം സ്വരൂപിച്ച പിതാവ് മരിച്ചുപോയാൽ അത് സുഖിക്കുന്ന മക്കൾ ദുആ ചെയ്യുന്നു, പടച്ചവനെ എന്റെ ഉപ്പാന്റെ ഖബർ വിശാലപ്പെടുത്തണേ, എന്റെ ഉമ്മാന്റെ ഖബർ വിശാലപ്പെടുത്തണേ, അല്ലാഹുവേ അവരെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കണമേ എന്ന് മക്കൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ മറുപടി പറയുകയാ, മത്അമുഹു ഹറാം മൽബസുഹു ഹറാം മശ്റബുഹു ഹറാം. നിന്റെ വയറ്റിൽ കിടക്കുന്നത് ഹറാമാണ്, നിന്റെ ഉപ്പ സമ്പാദിച്ചത് ഹറാമാണ്, നിന്റെ ഉമ്മ സമ്പാദിച്ചത് ഹറാമാണ്, നിന്റെ വയറ്റിൽ കുടിച്ച വെള്ളം നീ ഹറാമാണ്, നിന്റെ ശരീരത്തിൽ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാ. ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന്റെ ദുആയിക്ക് ഞാൻ ഉത്തരം നൽകുക? ഇല്ലാ കാന സാദുഹു ഇലന്നാർ, ആ
ദുആ ഇവനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമത്രേ. കാരണം എന്തെന്നറിയുമോ? ഇന്നല്ലാഹ ലാ യംഹു സയ്യിഅ ബിസ്സയ്യി, അല്ലാഹു തിന്മയെ തിന്മ കൊണ്ട് മായ്ച്ചു കളയുകയില്ല. വലാകിൻ യംഹു സയ്യിഅ ബിൽ ഹസനി, അല്ലാഹു തിന്മയെ നന്മ കൊണ്ട് മായ്ച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിയാറുകളെ, അല്ലാഹുവിന്റെ ദാസന്മാരെ, കേവലം ഭൗതിക ക്ഷണികമായ നശ്വര ജീവിതത്തിന് വേണ്ടി ഹറാമ സമ്പാദിക്കല്ലേ. അല്ലാഹു ഖുർആനിൽ പറയുകയാണ്, ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه. ഈ പരിശുദ്ധ ഖുർആൻ ഞാൻ അവരുടെ അനന്തര സ്വത്തായി നൽകിയിട്ട് ആ ഖുർആനിനോട് അതിക്രമം പ്രവർത്തിച്ചവരും ഈ സമുദായത്തിലുണ്ടത്രേ. فمنهم ظالم لنفسه, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരുണ്ട്. ومنهم مقتصد, മധ്യ നിലപാടെടുത്തവരുമുണ്ട്. ومنهم سابق بالخيرات بإذن الله. ഈ പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങൾ കൊണ്ട് മുന്നേറിയവരുമുണ്ടത്രേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിളിച്ചു പറയുകയാ, ഫഅമ്മല്ലദീന സബഖൂ, ആരൊരാൾ ഖുർആൻ കൊണ്ട് മുന്നേറിയോ, ഫൗലൈക യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ വിചാരണ കൂടാതെ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ, വഅമ്മല്ലദീന ഖതസദൂ, ഈ ഖുർആനിനോട് മധ്യ നിലവാരം പുലർത്തിയവർ, ഖുർആനിനോട് മധ്യവർത്തികളായവർ, ഫൗലൈകല്ലദീന യുഹാസബൂന ഹിസാബൻ യസീറാ, ലഘുവായ തോതിലായിരിക്കും അവരെ വിചാരണ ചെയ്യപ്പെടുക. ലഘുവായ വിചാരണയായിരിക്കും അവർക്ക്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, ലൈസ അഹദുൻ യുഹാസബു യൗമൽ ഖിയാമത്തി ഇല്ലാ കാന മുഅദ്ദബാ. മഹദിയായ ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആയിഷ, ആരെയെങ്കിലും നാളെ ആഖിറത്തിൽ ഹിസാബിന് വേണ്ടി നിർത്തപ്പെട്ടാൽ, വിചാരണ ചെയ്യാൻ നിർത്തപ്പെട്ടാൽ, യാ ആയിഷ, അവൻ നശിച്ചത് തന്നെ, അവൻ തുലഞ്ഞത് തന്നെ ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മഹദിയായ ആയിഷ ബീവിയോട് പറഞ്ഞപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിക്കുകയാണ്, അലൈസല്ലാഹു യഖൂൽ ഫഅമ്മാ മൻ ഉതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. നബിയേ, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവരുടെ വിചാരണ അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നാളെ ആഖിറത്തിൽ അവരെ പിടിച്ചു നിർത്തപ്പെടുക എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ, ഇന്നമൽ ഹിസാബുൽ യസീർ. ഹിസാബുൽ യസീർ എന്ന് പറഞ്ഞാൽ, ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ, അയ്യൻദുറല്ലാഹു ഫീ കിതാബിഹി സുമ്മ യതജാവസു അൻഹു. ഈ മനുഷ്യൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾ അല്ലാഹു വെറുതെ ഒന്ന് നോക്കും ആയിഷ, അത് പരിധി നോക്കില്ല ആയിഷ. ഫമൻ നൂഖിഷ ഉദിബ, ആരൊരാളെ അല്ലാഹു ഗൗരവത്തോടുകൂടി ചികഞ്ഞന്വേഷിക്കാൻ തീരുമാനിച്ചാൽ ഉദിബ, ശിക്ഷിക്കപ്പെടും ആയിഷ, രക്ഷപ്പെടുകയില്ല ആയിഷ. പിന്നീട് രഹസ്യ വിചാരണ എന്ന് പറഞ്ഞാൽ, ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ, അയ്യൻദുറല്ലാഹു ഫീ കിതാബിഹി, അവന്റെ ഗ്രന്ഥത്തിൽ അല്ലാഹു വെറുതെ ഒന്ന് നോക്കുകയും സുമ്മ യതജാവസു അൻഹു, അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യും ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ, ഫഅമ്മല്ലദീന ഖതസദൂ ഫിദ്ദുനിയാ, ഖുർആൻ മധ്യവർത്തികൾ, ഖുർആനിന്റെ നിയമങ്ങളെ മധ്യ നിലപാടോടുകൂടി സ്വീകരിച്ചവർ, ഫൗലൈക യുഹാസബൂന ഹിസാബൻ യസീറാ, അവരെ ലഘുവായ തോതിലായിരിക്കും നാളെ ആഖിറത്തിൽ വിചാരണ ചെയ്യപ്പെടുക. ഫഅമ്മല്ലദീന ളലമൂ അൻഫുസഹും, പരിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കാതെ, അതിന്റെ ഉള്ളടക്കങ്ങളെ അംഗീകരിക്കാതെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ദാസന്മാരെ, ദാസികളെ, ഫൗലൈക യുഹ്ബസൂന ഫീ തൂലിൽ മഹ്ശർ, മഹ്ശറ വൻസഭയിൽ അവരെ പിടിച്ചു നിർത്തപ്പെടുമത്രേ. അവർക്ക് രക്ഷയില്ല, അവർക്ക് രക്ഷയില്ല, അവരെ പിടിച്ചു
പിടിച്ചു നിർത്തപ്പെടുകയാണ്. ആകാശത്തിലേക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ തലയ്ക്ക് മീതെ ഗർജിച്ചു തീ തുപ്പുന്ന സൂര്യനാണ് നിലകൊള്ളുന്നത്. ആകാശത്തേക്ക് അവർ കണ്ണും നട്ടിരിക്കും. അവർ വിളിച്ചു പറയും അത്രേ, ഞങ്ങളുടെ വിചാരണയൊന്ന് വേഗത്തിലാക്കണമേ, ഞങ്ങളുടെ വിചാരണയൊന്ന് എളുപ്പമാക്കണമേ, ഞങ്ങളെ ഒന്ന് വേഗത്തിൽ രക്ഷപ്പെടുത്തണമേ എന്ന് ആകാശത്തേക്ക് സൂര്യനിലേക്ക് നോക്കിക്കൊണ്ട് വർഷങ്ങളോളം പ്രതീക്ഷിക്കേണ്ടി വരും സഹോദരാ. ഫൗലൈക യുഹ്ബസൂന ഫീ തൂലിൽ ഹിസാബ്. അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോ കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ, മാതാവിനേക്കാൾ സ്നേഹമുള്ള പടച്ചതമ്പുരാൻ, 70 മാതാക്കളെക്കാൾ തന്റെ ദാസന്മാരോട് കരുണയുള്ള പടച്ചതമ്പുരാൻ റബ്ബിന്റെ കോടതിയിൽ പൊട്ടിക്കരഞ്ഞ സാധുക്കളുടെ മേലേക്ക് കാരുണ്യം ചൊരിയുമത്രേ. സുമ്മ തലഫാഹുമുല്ലാഹു ബിറഹ്മതിഹി. അവന്റെ കാരുണ്യം കൊണ്ട് അവരെ പൊതിയുമ്പോ അള്ളാഹുവിന്റെ അവസാനത്തെ ഓർഡറാ, സ്വർഗത്തിലേക്ക് പോയിക്കോ, സ്വർഗത്തിലേക്ക് പോയിക്കോ. പരിശുദ്ധ ഖുർആനിന്റെ ഭാഗങ്ങളെ ഉൾക്കൊണ്ടിട്ട് അവിടെയും ഇവിടെയും കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തു പോയവനല്ലേ നീ, നിന്റെ മേൽ ഞാൻ ഇതാ കാരുണ്യം ചൊരിഞ്ഞിരിക്കുകയാ. അവർ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അവർ വിളിച്ചു പറയും അത്രേ, അൽഹംദുലില്ലാഹില്ലദീ أذهب عنا الحزن الذي أحلنا دار المقامة من فضله لا يمسنا فيها نصب ولا يمسنا فيها لغوب. അല്ലാഹുവേ, നീ എത്ര കാരുണ്യവാനാണ് പടച്ചവനെ, നീ എത്ര കരുണക്കടലാണ് പടച്ചവനെ. നിന്റെ ദാസന്മാരായ ഞങ്ങൾ നിന്നോട് പൊട്ടിക്കരഞ്ഞപ്പോ ഞങ്ങളെ നീ ആ കണ്ണീരിന്റെ ഓരോ കാരണങ്ങൾ സ്വീകരിച്ച് റബ്ബേ നീ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചവനല്ലയോ. നിനക്കാണ് അഖിലസ്തുതി, നിനക്കാണ് നിഖിലസ്തുതി, നിനക്കാണ് സങ്കീർത്തനങ്ങൾ, നിനക്കാണ് പ്രകീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്. വർഷങ്ങളോളം ഈ സൂര്യന്റെ ചൂടിൽ ഞങ്ങൾ മുങ്ങിത്താണു പോയ ഞങ്ങളെ അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമതി മിൻ ഫളി, നിന്റെ ഔദാര്യത്തോടെ ഈ സ്വർഗ്ഗത്തിലേക്ക് താമസിപ്പിച്ചവൻ നീയാണല്ലോ പടച്ചവനെ. ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്. ഇവിടെ ഒരു പ്രയാസവുമില്ല, ഇവിടെ ഒരു ക്ഷീണവുമില്ല, ഇവിടെ ഒരു ദുഃഖവുമില്ല. അല്ലാഹ് നാളെ വിശ്വാസികൾ പറയും, അല്ലാഹ് കൂട്ടത്തിലെങ്കിലും നമ്മളെ പെടുത്തട്ടെ, നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്നവരാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖുർആനിനെ സ്വീകരിച്ചവർ ആ ഒരു കോലത്തിലെത്തും. അതുകൊണ്ട് ഖുർആനെ അംഗീകരിച്ച് സ്വർഗത്തിലേക്ക് ബന്ധോഫിക്കുക. പരിശുദ്ധ ഖുർആൻ അടുത്ത പ്രമേയം എന്താണെന്നറിയാം? അതോടെ പറഞ്ഞാൽ നിർത്താൻ. ചില ആളുകളുടെ ധാരണ പരിശുദ്ധ ഖുർആൻ തീവ്രവാദം, ഭീകരവാദം, അവരെ കൊല്ലണം, ഇവരെ കൊല്ലണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇല്ല, അതിനൊരു മറുപടി ഖുർആൻ പറയുന്ന ഒരു വാക്കുകൂടെ അതോടെ കണ്ടിട്ട് പോയിക്കോളി. ഖുർആൻ പറയുന്ന പ്രമേയം എന്താ? വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവല്ലാത്ത ദൈവത്തെ ആരാധിക്കുന്ന സഹോദരങ്ങളുടെ ദേവതകളെയോ അവരുടെ അമ്പലങ്ങളെയോ അവരുടെ ചർച്ചുകളെയോ അവരുടെ ബുദ്ധവിഹാരങ്ങളെയോ അവരുടെ ഗുരുദ്വാരകളെയോ തെറി പറയല്ലേ, ആക്ഷേപിക്കല്ലേ. അങ്ങനെ ആക്ഷേപിച്ചാൽ അവർ നിങ്ങളുടെ റബ്ബിനെ ആക്ഷേപിക്കുമത്രേ. അതുകൊണ്ട് യുവാക്കളെ, സഹോദര, പരിശുദ്ധ ഖുർആനിന്റെ വിളിയാളമാ. അന്യ സമുദായത്തിൽപ്പെട്ടവരെ വേദനിപ്പിക്കരുത്, ആക്ഷേപിക്കരുത്. ഖുർആൻ എത്ര മഹത്തായ ഗ്രന്ഥം, എത്ര മഹത്തായ ഗ്രന്ഥം. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാം ആരെയെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും മതപരിവർത്തനം നടത്തുന്നുണ്ടോ? ഇവിടെ ലവ് ജിഹാദ് എന്ന പേരിൽ പരിശുദ്ധ ഇസ്ലാമിനെ വേദനിപ്പിക്കുന്നവർക്ക് ചുട്ട മറുപടി നബിതങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം മദീനയിൽ നിന്ന്, മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വരാൻ ഒരു പെണ്ണ് തന്റെ കാമുകനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോടൊപ്പം നിങ്ങൾ ഹിജ്റ ചെയ്ത് പലായനം ചെയ്ത് മദീനയിലേക്ക് വന്നാൽ നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചോളാം.
ഒളിച്ചോടൽ സമ്പ്രദായം അന്നേ ഉണ്ട്, മനസ്സിലാക്കിക്കോ. അപ്പൊ പ്രണയിച്ചിട്ട് അവസാനം പറഞ്ഞു, എന്താ നിങ്ങൾ എന്റെ കൂടെ മക്കയിൽ വരാമെങ്കിൽ നമുക്ക് എന്റെ കൂടെ അവിടെ പോയിട്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അറിഞ്ഞു, ലവ് ജിഹാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അറിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ഇംറഅത്തിൻ യൻകിഹുഹാ. ആരെങ്കിലും പെണ്ണിനെ മോഹിച്ചാണ് പലായനം ചെയ്യുന്നതെങ്കിൽ, ഹിജ്റ ചെയ്യുന്നതെങ്കിൽ അള്ളാന്റെ തൃപ്തി അവർക്കില്ല, റസൂലുള്ളാന്റെ തൃപ്തി അവർക്കില്ല. അവളെ അവൻ വിവാഹം കഴിച്ചുകൊണ്ട് പോയിക്കോട്ടെ, അള്ളാഹു റസൂലും അത് അനുവദിക്കുന്ന കാര്യമേ അല്ല. അന്നേ അള്ളാഹു തആല ഒളിച്ചോട്ടത്തെ നബി തങ്ങൾ നിരോധിച്ചു. ഒളിച്ചോട്ടം, പെണ്ണുങ്ങളുമായിട്ട് ആണുങ്ങളായിട്ടുള്ള ഒളിച്ചോടം നബി തങ്ങൾ അന്നേ നിരോധിച്ചു. അങ്ങനെ പോകുന്നവർ അത് അള്ളാഹ് റസൂലിനാക്കി വേണ്ടില്ല, അതിനെ ഇസ്ലാം വിട്ട് നിങ്ങൾ കൂട്ടിക്കൊഴിക്കല്ലേ. പിന്നെ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം ആരെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നുണ്ട്? ഏയ്, ഖുർആൻ തന്നെ പറയുന്നല്ലോ വ്യക്തമായിട്ട്, ലാ ഇക്റാഹ ഫിദ്ദീൻ ലനാ അഅ്മാലുനാ വലകും അഅ്മാലുകും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ ലകും ദീനുകും വലിയ ദീൻ. ഈ പറഞ്ഞ ആയത്തുകളിലെല്ലാം അല്ലാഹ് പറഞ്ഞ എന്താ? നമുക്ക് നമ്മുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. നമുക്കിവിടെ മതത്തിന്റെ പേരിൽ പരസ്പരം അടിക്കാനോ സംഘർഷം ഉണ്ടാക്കാനോ വേണ്ട. നബിയെ ആരെയും നിർബന്ധിച്ചുകൊണ്ട് മതത്തിലേക്ക് കൊണ്ടുവരല്ലേ നബിയെ. അള്ളാഹുവിന്റെ റസൂലാണ്, പരിശുദ്ധ ഇസ്ലാമാണ് ആദ്യമായി മതപരിവർത്തന നിരോധന ബില്ല് പാസാക്കിയത്. ഇസ്ലാമ മതപരിവർത്തന നിരോധന ബില്ല് പാസാക്കിയത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ആരെയും നിർബന്ധിപ്പിക്കരുതേ, ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരരുതേ. പരിശുദ്ധ ഖുർആൻ ഇസ്ലാം പഠിപ്പിക്കുന്ന ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? അന്യമതക്കാരെ വേദനിപ്പിക്കരുത്, അവരെ തെറി പറയരുത്, ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരരുത്. ഇസ്ലാം പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ സത്യസന്ധമായ വിധികളെ വിളിച്ചു പറയുക. ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ, ഇഷ്ടമില്ലാത്തവ പോട്ടെ, അവന്റെ പോട്ടെ. പിന്തിരിഞ്ഞു പോകുന്നവന്റെ സംരക്ഷകനായി നബിയെ അങ്ങേ ഞാൻ നിയോഗിച്ചിട്ടില്ല. അങ്ങ് എത്ര കൊതിച്ചാലും എല്ലാവരെയും വിശ്വാസികളാക്കാൻ പറ്റൂല. ഇതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്താ? ഇവിടെ ആരും ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. എന്റെ ഹൈന്ദവ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, എന്റെ ക്രൈസ്തവ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഇസ്ലാം ലോകത്ത് നൽകുന്ന സമ്മാനമാണ് സമാധാനം, സന്തോഷം. സമാധാനം, സന്തോഷം ലോകത്ത് നൽകുന്നു. ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആരാധനാലയങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തെന്നറിയോ? ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. ലോക സമാധാനം നൽകണമേ. ഒരു മുസ്ലിം അടുത്ത മുസ്ലിമിനെ കണ്ടാൽ കൈമാറുന്ന മെസ്സേജ് എന്താണ്? അസ്സലാമു അലൈക്കും. അത് ആ മുസ്ലിമിനെ കൊല്ലണമെന്നല്ല അതിന്റെ അർത്ഥം, അവനെ വെട്ടണമെന്നല്ല അതിന്റെ അർത്ഥം. സമാധാനം ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ. മറുപടി വഅലൈക്കും അസ്സലാം, തദൈവ, നിനക്കും അതുണ്ടാകട്ടെ. ഓരോ മുസൽമാന്റെ നമസ്കാരത്തിൽ ലോക സമാധാനത്തിന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മതം ഇസ്ലാമാണ്. ഇവിടെ വൈരുദ്ധ്യമില്ല, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഹൈന്ദവ പുരാണങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ചിലപ്പോൾ വൈരുദ്ധ്യം കാണും. ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്, സാധുക്കളായ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുമുണ്ട്. ദൈവാധീനം ജഗത്സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രം ദ്രാവണോദീതോ ബ്രാഹ്മണോ മദൈവതം. സകലവിധ അനുഗ്രഹങ്ങളും ബ്രാഹ്മണ മതക്കാർക്ക് ഉണ്ടാകട്ടെ. അപ്പൊ ബാക്കിയുള്ള പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ എന്താ ചെയ്യാ? ബ്രാഹ്മണർക്ക് മാത്രമല്ല അനുഗ്രഹം ഉണ്ടാകേണ്ടത്, സകല മനുഷ്യർക്കും ഉണ്ടാകണം. സ്വസ്തി പ്രജാഭ്യാ പരിപാലേന്താം രായേണ മാർഗേണ മഹീമഹീംഷാ ഗോബ്രാഹ്മണേഭ്യാ സുഖമസ്തു നിത്യാ ലോകാ സമസ്താ സുഖിനോ ഭവന്തോ. സമസ്ത ലോകങ്ങളും സൗഖ്യത്തിൽ ഭവിക്കട്ടെ എന്ന് മറ്റൊരു പ്രമാണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഹൈന്ദവ പുരാണങ്ങൾ, ഹൈന്ദവ ആദർശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് സമാധാനമാണ്.
സമാധാനാദർശമാണ് പഠിപ്പിക്കുന്നത്. എല്ലാ മതത്തിന്റെയും ഉള്ളടക്കങ്ങൾ സമാധാനമാണ്. ഈ ഓം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓം ജയ് ജഗദീശ് ഹരേ, ജയ് ജഗദീശ് ഹരേ, भक्तजनों की संगड़, दास जनों की संगड़ क्षण में दूर करे। ओम जय जगदीश हरे, मातृ पिता तुम मेरे शरण पड़ूंगी सिकी, स्वामी शरण पड़ूंगी सिकी, दाता है तुम मेरे, दाता है तुम मेरे, कृपा करो स्वामी। ओम जय जगदीश हरे. എന്താ അതിന്റെ അർത്ഥം? കൃപാകരോ, ഞങ്ങൾക്ക് ശാന്തിത, സമാധാനം എന്താ, ഓം 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 എന്ന് വിളിച്ചു പറയുന്നു. എന്താ ഈ ഓമിന്റെ അർത്ഥം? ഓം എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങൾ അടങ്ങിയതാണ് ഈ ഓം. ഓം അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. പ്രവണോപനിഷത്ത് പരിശോധിച്ചാൽ ഈ ഓംകാര ശബ്ദത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന 13 സൂക്തങ്ങൾ അതിനകത്തുണ്ട്, 13 മന്ത്രങ്ങൾ. അതിൽ കാണാം ഓം എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങളുടെ സമന്വയമാണ്. ആ ഉ മ, ആ ഉ മ, ഈ 3 അക്ഷരങ്ങൾ അടങ്ങിയതാണ് ഓം. ഔം എന്നാണ് ഉച്ചരിക്കുക. ഔം. യഥാർത്ഥ പൂജാരിമാർ അത് ഉച്ചരിക്കുമ്പോൾ അങ്ങനെയാണ്. ഓം നമോ നാരായണായ നമഃ, ഓം നമോ നാരായണായ നമഃ, ഓം തേജോസി തേജോമയി ദേഹി, ഓം ബലോസി ബലോമയി ദേഹി, ഓം ഊർജോസി ഊർജോമയി ദേഹി, ഓം വീര്യോസി വീര്യോമയി ദേഹി. ഓംകാര ശബ്ദമേ, ഓംകാര ശബ്ദമേ, അനിത്യമാകുന്ന അന്ധതയിൽ നിന്നും നിത്യതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ, അജ്ഞാനമാകുന്ന അന്തരീക്ഷത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിക്കണമേ. ഓംകാര ശബ്ദത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഓം? ഈ ഓം എന്ന ഈ ഒരു അടയാളം ഈ ഓമിനകത്ത് അടങ്ങിയിരിക്കുന്ന 3 അക്ഷരങ്ങളാണ്. ഹൈന്ദവ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു. ആ ഉ മ, ആ അനാദി, 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 അജയ്യൻ, അതിപരാശക്തി, ആദ്യൻ, അന്ത്യൻ. അതാരാണ്? അല്ലാഹ്. അബൂബക്കർ നൽകുന്ന മറുപടിയല്ല. പ്രവണോപനിഷത്ത് എടുത്ത് പരിശോധിച്ചാൽ കാണാം 13 ശ്ലോകങ്ങളുള്ള ഈ ഓംകാര ശബ്ദത്തെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്ന ഒരു കിതാബാണ്, ഗ്രന്ഥമാണ്. അപ്പൊ അനാദിയായ ദൈവം, ഉദ്ധരിക്കുന്നവൻ അവനാണ്, മാ മരിപ്പിക്കുന്നവനും അവൻ തന്നെയാണ്. അതാണ് ആ ഓ മാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ ഉള്ളടക്കം തന്നെ. അപ്പൊ ഈ ഒരു ഓമിന്റെ പേരിൽ നമ്മൾ പരസ്പരം അടിക്കുകയോ, ഒരു ചന്ദ്രക്കലയുടെ പേരിൽ പരസ്പരം അടിക്കുകയോ, ഒരു നമസ്കാര തഴമ്പിന്റെ പേരിലോ, തൊപ്പിയുടെ താടിയുടെയോ, അതല്ലെങ്കിൽ ചന്ദനക്കുറിയുടെ പേരിലോ നമ്മൾ തമ്മിലടിക്കുകയോ ചെയ്യാൻ പാടില്ല. ഹൈന്ദവ പുരാണത്തെ വിശ്വസിച്ച് ജീവിക്കുക ഹൈന്ദവ സുഹൃത്തുക്കൾ. മഹീം സ്യാദ് സർവഭൂതാനി നിവർത്തിസ്തു മഹാഫല. യജുർവേദം പഠിപ്പിക്കുന്നു, സകലമാന വിപത്തുകളിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ആരെയും നിങ്ങൾ ദ്രോഹിക്കാൻ പാടില്ല. ഋഗ്വേദം പഠിപ്പിക്കുന്നു, വ്യാസ മഹർഷിയുടെ വാക്കുകൾ പഠിപ്പിക്കുന്നു, നഹീം വൃഷം സംവനനം തൃഷ്ടലോകേഷ്ട വിദ്യതേ ദയാ മൈത്രീ ച ഭ്രദേഷ്ഠ ദാനം ച മധുരാ ച വാക്. നല്ല നല്ല വാക്കുകൾ ഉച്ചരിക്കിൻ, നല്ല വർത്തമാനം പറയുവിൻ, ദയയോടുകൂടി കഴിഞ്ഞുകൂടിൻ, സഹായങ്ങൾ ചെയ്യുവിൻ, ധർമ്മങ്ങൾ ധർമ്മനിരതരാകുവിൻ. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഈശ്വര ആരാധന. ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുകയാണ്. സമാനീവ ആകുതി സമാന ഹൃദയാനിവ സമാനമസ്തുവോ മനോ യഥാവസ്തു സഹാസിദി. എങ്ങനെ ആയാലാണോ ജനങ്ങളിൽ ഐകമത്യം സംഭവിക്കുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുക ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ധർമ്മമാണ്. നമ്മളുടെ ധർമ്മം ചെയ്യുന്നവരായി മാറുക. തമ്മിലടിക്കാനോ കൊലയും കൊള്ളിവെപ്പ് നടത്താനോ ആരുടെയെങ്കിലും പ്രേരണയുടെ പേരിൽ അതിന് കൂട്ടുനിൽക്കാനോ നമ്മൾ ചെയ്യരുത്. ചിലപ്പോൾ ഒരു വീടിന്റെ അത്താണിയായിരിക്കും മരണപ്പെട്ടു പോകുന്നത്, കൊലക്കിരയാകുന്നത്. ഒരു പാവപ്പെട്ട സഹോദരൻ, മനുഷ്യത്വത്തോട് നമ്മൾ കരുണ കാണിക്കണം. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. പച്ച മാവിലേക്ക് എറിഞ്ഞ, പച്ച വൃക്ഷത്തിലേക്ക് എറിഞ്ഞ കായ് കനികൾ അത് പാകമാകുന്നതിന് മുമ്പ് ആ വൃക്ഷത്തെ വേദനിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് താക്കീത് നൽകിയെങ്കിൽ, പ്രാവിൻ കൂട്ടത്തിൽ നിന്ന് കുഞ്ഞുമക്കളെ മാത്രം എടുത്തുകൊണ്ടുവന്ന
അറബി കൂട്ടുകാരനോട് നബി തങ്ങൾ അതതിന്റെ അമ്മയുടെ അരികിലേക്ക് തന്നെ കൊണ്ടുവെക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ എറുമ്പിൻ കൂട്ടത്തെ കത്തിച്ചു കളഞ്ഞ അഗ്നിക്കരയാക്കിയ കാട്ടറബികളോട് ആരാണ് ഈ എറുമ്പിൻ കൂട്ടത്തെ കത്തിച്ചത് എന്ന് ചോദിക്കുകയും എറുമ്പിൻ കൂട്ടങ്ങളോട് കരുണ കാട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും ദ്രോഹിക്കാൻ പഠിപ്പിക്കുന്നില്ല, ആരെയും വേദനിപ്പിക്കാൻ പഠിപ്പിക്കുന്നില്ല, ആരോടും വിദ്വേഷം വെച്ച് പുലർത്താൻ പഠിപ്പിക്കുന്നില്ല. എല്ലാവരോടും സമന്വയം, സമാധാനം, സന്തോഷം, സഹിഷ്ണുത ഈ നിലപാടെടുക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക. അതാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാം മനുഷ്യരാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ മതം, അവർക്ക് അവരുടെ മതം. ഓരോരുത്തരും അവരവരുടെ മതത്തിന്റെ അന്തസത്തയും മൂല്യങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കട്ടെ. All person equally entitled to freedom of conscience and right to freely profess, practice and propagate religion. ഓരോ മനുഷ്യനും ഇന്ത്യൻ ഭരണഘടനയെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. ഭാരതീയരാണ് നമ്മൾ, ഭാരതത്തിന്റെ മക്കളാണ് നമ്മൾ, ഭാരതത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്, ഭാരതത്തിന്റെ നിയമത്തെ അംഗീകരിക്കുന്നവരാണ്. ഭാരതത്തിന്റെ നിയമപുസ്തകം നമ്മുടെ ചങ്കല ചോരയാണെങ്കിൽ അതിൽ എഴുതി വെക്കപ്പെട്ട തത്വങ്ങളാണിത്. ഓരോ മനുഷ്യനും, ഓരോ ഇന്ത്യക്കാരനും, ഓരോ പൗരനും അവന്റെ നിയമം അനുസരിച്ച് അവന്റെ ദൈവത്തെ, അവൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ, അവന്റെ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ജീവിക്കുക, അത് പ്രചരിപ്പിക്കുക, അത് പ്രബോധനം ചെയ്യുക, അതുമായി ബന്ധപ്പെടുക. മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്ന് മഹത്തായ ഇന്ത്യൻ ഭരണഘടനയുടെ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒരു വഴികളെ നമ്മൾ സ്വീകരിക്കുക. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതാണ് നമുക്ക് വേണ്ടത്. ഭാരത രാജ്യത്തെ സ്നേഹിച്ചത് മുസ്ലിമീങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഭാരതത്തോട് അവർക്ക് ഒരു നിലയ്ക്കും ഒരു വിദ്വേഷമോ പ്രയാസങ്ങളോ ഇല്ല. ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാൽ റഹ്മഹുല്ലാ ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ നാടിനെ കുറിച്ച് പോലും പറഞ്ഞില്ലേ, മദ്ഹബ് നഹീം സിഖാതാ ആപസ് മേ ഭൈർ റഖനാ, ഹിന്ദി ഹൈ ഹം വതൻ ഹൈ ഹിന്ദോസിതാ ഹമാരാ. चिश्ती ने जिस ज़मीं में पैगाम हक़ सुनाया, नानक ने जिस चमन में वहदत का गीत गाया. मेरा वतन वही है, मेरा वतन वही है, मेरा वतन वही है, मेरा वतन वही है. मधुरा जननगर है, आशिकी दिलबरी है, आरज़ू सीका. ബഹുമാനപ്പെട്ട മൗലാന മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി വിജയത്തിന്റെ വീതിയോതിയെങ്കിൽ, ബഹുമാനപ്പെട്ട ഗുരുനാനക് ഐക്യത്തിന്റെ പാട്ട് പാടിയെങ്കിൽ, മേരാ വതൻ വഹി ഹേ, ആ മണ്ണ് തന്നെയാണ് എൻ്റെ മണ്ണ്. മേരാ വതൻ വഹി ഹേ, ആ മണ്ണ് തന്നെയാണ് എൻ്റെ മണ്ണ്. ആരാ പാടിയത്? ഒരു മദ്ഹബും പഠിപ്പിക്കുന്നില്ല, ഒരു സമുദായവും കൽപ്പിക്കുന്നില്ല. മദ്ഹബ് നഹീം സിഖാതാ ആപസ് മേ ഭൈർ റഖനാ, ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദോസിതാ ഹമാരാ. ഒരു സമുദായവും തമ്മിലടിക്കാനോ, ഒരു സമുദായവും പകയോടുകൂടി പ്രവർത്തിക്കാനോ, ഒരു സമുദായവും വിദ്വേഷം വെച്ച് പുലർത്താനോ പഠിപ്പിക്കുന്നില്ല. ഹിന്ദി ഹേ ഹം, നമ്മൾ ഇന്ത്യക്കാരാണ്. ഹിന്ദോസിതാ ഹമാരാ, ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ്. മധുരാ ജനനഗർ ഹേ, ആശിഖീ ദിൽബരി ഹേ, ആർജോ സീകാ. കൃഷ്ണൻ ജനിച്ച മധുര പട്ടണം, ഹിന്ദു സഹോദര, അതിൽ സ്നേഹത്തിന്റെ പട്ടണമെന്ന് പാടിയത് ഒരു മുസ്ലിം അല്ലയോ? ഒരു മുസ്ലിമാണ്. എത്രത്തോളം സ്നേഹം! ഈ പരിശുദ്ധമായ കാസർഗോഡിന്റെ മണ്ണിൽ കാല് ചവിട്ടാൻ അറബികൾക്ക് സൗകര്യം കൊടുത്തത് ബഹുമാനപ്പെട്ട ഹിന്ദു സഹോദരങ്ങളല്ലയോ? അതിനുള്ള വഴികൾ കൊടുത്തതും അവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തതും. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, അവിടെ കൊലവിളിയില്ല, അവിടെ വർഗീയതയില്ല. ഇന്നും കേരളത്തിന്റെ എത്രയോ നാടുകളിൽ, എത്രയോ സ്ഥലങ്ങളിൽ ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങൾ ഒന്നായിരുന്നു കൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഈ വിനീതൻ കഴിഞ്ഞ ആഴ്ചയിൽ പാലക്കാട് പ്രസംഗിക്കാൻ പോയപ്പോ, പാലക്കാട് മണ്ണാർക്കാട്ടിൽ പ്രഭാഷണത്തിന് പോയപ്പോ 20 സ്വാമിമാരാണ് ആ പരിപാടി നിയന്ത്രിക്കാൻ വാളണ്ടിയർ ആയിട്ടുള്ളത്. എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. എന്നോട് അതിന്റെ സംഘാടകർ, മുസ്ലിം സംഘാടകർ പറഞ്ഞു, ഉസ്താദെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 20 സ്വാമിമാർ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി 2-2.5 ഏക്കർ ജാഗ, സ്ഥലം എല്ലാം കാടുകൾ തെളിച്ചു കൊടുത്ത് വൃത്തിയാക്കിയത് സ്വാമിമാർ. ആ സ്ഥലം കൊടുത്തത് ഹിന്ദു സഹോദരങ്ങൾ.
5 ദിവസത്തെ പ്രഭാഷണങ്ങൾ, ആയിരങ്ങൾ പങ്കെടുത്ത പരിപാടികളിൽ പരിപൂർണമായി ഹിന്ദു സഹോദരങ്ങൾ ഒരുമിച്ചിരുന്ന പ്രഭാഷണങ്ങൾ കേട്ടു. ആ ഒരു ഐക്യവും ആ ഒരു സാഹോദര്യം നമുക്കുണ്ടാകണം. ആരെങ്കിലും പണത്തിന്റെ കൊഴുപ്പ് തിമറ് കാണിച്ചുകൊണ്ട് സാധുക്കളെ വെട്ടാനോ കൊല്ലാനോ നമ്മളോട് കൽപ്പിച്ചാൽ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കരുത്. കാരണം ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മരിച്ചുപോയാൽ അവൻ ചെയ്ത ധർമ്മം കൊണ്ടേ അവന് പ്രയോജനപ്പെടൂ എന്നാണ് വിശ്വാസ പ്രമാണം. പരിശുദ്ധ ഇസ്ലാം മരിച്ചുപോയാൽ നാളെ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ ഹിന്ദുക്കളും വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ട്. ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹിന്ദു സഹോദരങ്ങൾക്ക് ഇനി ഒരു പുനർജന്മം ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അവരുടെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കും, അവർക്കൊരു പുനർജന്മമുണ്ട്. അവരെന്തിനാണ് വൈകിട്ട് പ്രാർത്ഥിക്കുന്നത്? അവരുടെ പ്രാർത്ഥന എന്താണ്? നരനായിങ്ങനെ ജനിച്ചോ ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ, നരകത്തിൽ നിന്നും കരകേറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. ഹിന്ദു സുഹൃത്തുക്കൾ പാടുന്ന എന്തായാലും അർത്ഥം? നരകത്തിൽ നിന്ന് കരകേറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഞാനിവിടെ ഒരു നരകതുല്യ ജീവിതമാണ് നയിക്കുന്നത്. ഹിന്ദു സഹോദരന്റെ പ്രാർത്ഥനയാണ്. കരുണാതൻ കാതലേ കൈതൊഴാം, സ്നേഹക്കടലേ എൻ ദൈവമേ കൈതൊഴാം, മഹിമാതൻ കോയിലേ കൈതൊഴാം, തൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാം. അവിവേകശാലികൾ പാവികൾ ഞങ്ങൾ അഹിതങ്ങൾ വല്ലതും ചെയ്യുകിൽ, അഖില പ്രകാണ്ഡ പ്രകാശമേ ഞങ്ങൾ കരുളേണം മാപ്പ് നീശ്വര. ഹിന്ദു സഹോദരങ്ങളെ പ്രാർത്ഥിക്കുകയാണ് സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനർത്ഥം എന്താ? മൃതം ശരീരമുത്സൃജ്യ കാഷ്ടലോഷ്ട സമംശിതോ വിമുഖ ബാന്ധവയാന്തി ധർമ്മസ്തമനുഗച്ഛതി. ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ, ഒരു ഹൈന്ദവ സഹോദരൻ അവൻ മരിച്ചുപോയാൽ അവന്റെ ധർമ്മമല്ലാതെ അവനോടൊപ്പം അനുഗമിക്കുകയില്ല. ഹൈന്ദവ പുരാണമാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളോ, എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശിവാസിയാണല്ലോ, അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങളുടെ വിശ്വാസം എന്താ? എന്റെ ജീവിതം ഇവിടെയല്ല, ഞാൻ പരലോകത്തേക്കുള്ളവനാണ്. എന്റെ ദേശം ഇവിടെയല്ല, എന്റെ ദേശം അവിടെയാണ്, അക്കരയാണ്. അക്കരെ എവിടെയാണ്? നാളെ ഒരു പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ. മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം. യഹോവയല്ലാതെ ഒരു ദൈവമില്ല. യഹോവയെ നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് യഹോവ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല, ആ അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. തിമോത്തയോസ് എഴുതിയ ലേഖനത്തിൽ കാണാം, നിങ്ങൾക്കാർക്കും കാണാൻ കഴിയാത്തവനാണ് ദൈവം, പക്ഷെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആഴങ്ങൾ തേടുന്നു ദൈവം, ആത്മാവെ നേടുന്നു ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, അന്തരംഗം കാണും ദൈവം. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഹൃദയത്തിനകത്തുള്ളത് കാണുന്നവനാണ് ദൈവം. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹ്. അത് മനസ്സിലാക്കണം ജീവിക്കാൻ. അതുകൊണ്ട് നമുക്കിവിടെ സന്തോഷമാണ് വേണ്ടത്. ഐക്യത്തോട് കൂടി നിന്ന് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ്, ഹൈവേ റോഡ്, എത്ര സഹോദരങ്ങളാണ് വണ്ടിയിൽ വന്ന് മറിഞ്ഞു വീഴുന്നത്. ഞാനും ഒക്കെ കുഴിക്കകത്ത് വീണാൽ എഴുന്നേറ്റ് വരണമെങ്കിൽ വേറെ റെയിൻ കൊണ്ടുവരണം. ഇവിടുത്തെ കുഴികൾ കണ്ടാൽ കാസർഗോഡ് റോഡ്, ടൗണ്, സിറ്റി. ഈ അബൂബക്കർ 6, 7, 8 മാസമായിട്ട് ഇവിടെ വന്നു. 1 വർഷത്തോളം അടുക്കാറായി കാസർഗോഡ് വന്നിട്ടുണ്ട്. അന്ന് കണ്ട കുഴി ഇപ്പോഴും ഉണ്ട്.
പള്ളിയിൽ ഇനി കബർ കുഴിച്ചാൽ അത് മൂടുമെന്നുള്ള കാര്യം അള്ളാഹ്ക്ക് അറിയാം. കാരണം അത്രത്തോളം കുഴിയാണ്. ഹിന്ദുക്കളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ഒരുമിച്ച് നിന്ന് ഒരു ടിപ്പർ മണ്ണെടുത്ത് അതിൽ നിരത്തി കുഴികളിൽ നബിയുനാ റസൂൽ തങ്ങൾ പറഞ്ഞു, വഴികളോട് നമുക്ക് ഹക്കുണ്ട്, ബാധ്യതയുണ്ട്. വഴിയിൽ കിടക്കുന്ന ഗട്ടറുകളെ നികത്തി കൊടുത്താൽ അത് സദഖയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ 2 ദിവസത്തെ പ്രഭാഷണത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷിക ശക്തിയും മൂല്യങ്ങളും നിയമങ്ങളും നമുക്ക് ഏകദേശം കുറഞ്ഞ രീതിയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ഖുർആനിന്റെ വീക്ഷണത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. അത് ഉൾക്കൊള്ളുകയും പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ആ വഴികളെ സ്വീകരിക്കുകയും നമ്മുടെ മക്കളെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരായി ഹാഫിളീങ്ങളാക്കി മാറ്റുന്നതിനുള്ള പ്രചോദനം നൽകുവാനും അതിനുള്ള ഒരു ചെറിയ ഉപദേശമാണ് ഈ പരിപാടികളിലൂടെ നാം ശ്രവിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും പരിപൂർണമായി അത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ നല്ല വഴികളെ സ്വീകരിക്കുകയും ഇതിനുവേണ്ടി സൗകര്യമൊരുക്കിയ നമ്മുടെ ഈ ബനാത്ത്, ഈ മജ്ലിസുൽ ഖുർആൻ, മദ്രസത്തുൽ ബയാൻ, അതേപോലെ ഈ സദസ്സ്, ഈ ഖുർആനിന്റെ വിരുന്ന് ഇത് സംഘടിപ്പിച്ച ഇതിന്റെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾ, പേരെടുത്ത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എല്ലാ സഹോദരങ്ങളും ഇതിൽ ഭാഗവാക്കുകളായിട്ടുണ്ട്. ഇതിന് പരിപാടികൾക്ക് വേണ്ടി ഒത്താശ നൽകുകയും അനൗൺസ്മെന്റ് ചെയ്യുകയും ഫ്ലെക്സ് അടിക്കുകയും നോട്ടീസ് വിതരണം ചെയ്യുകയും ഈ വിനീതനും ഇതേപോലെ പ്രഭാഷണത്തിന് വരുന്ന പണ്ഡിതന്മാർക്ക് ഭക്ഷണം നൽകുകയും ചെയ്ത, പാചകം ചെയ്തു തന്ന സഹോദരിമാർ, അതിന് കൂട്ടുന്ന സഹോദരങ്ങൾ, ശബ്ദവും വെളിച്ചവും നൽകി നമ്മളെ സഹായിച്ച, സ്റ്റേജ്, പന്തല്, കസേരകളൊക്കെ നൽകി നമ്മളെ ആദരിച്ച, ഇതിനുവേണ്ടി സൗകര്യം ഒരുക്കി തന്ന ഇവിടുത്തെ നിയമപാലകർ, നമുക്ക് സംരക്ഷണം നൽകാമെന്നേറ്റ നമ്മളെല്ലാ സഹായങ്ങളും ചെയ്തെന്ന ഇവിടുത്തെ നിയമപാലകർ, ഈ നമ്മുടെ ഈ നാടിന്റെ ഭരണ സ്ഥിരാകേന്ദ്രം വഹിക്കുന്ന, ഭരണത്തിൽ ഇരിക്കുന്ന ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, ഈ കാസർഗോഡ് ജില്ലയുടെ ഭരണതലങ്ങളിൽ ഇരിക്കുന്നവർ, എല്ലാ ഭാഗത്തു നിന്നുമുള്ളവർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുകയും അവരുടെ ഓരോരോ സദഖകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا نبينا مولانا محمد وعلى ال سيدنا محمد. اللهم انزله المقعد المقرب عندك يوم القيامه. ارحم الراحمين يا الله വേ കരുണയുള്ള തമ്പുരാനെ, രാജാതിരാജനായ നാഥ, പരിശുദ്ധമായ നിന്റെ ഖുർആൻ അത് പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനുള്ള അവസരം നീ നൽകി അല്ലാഹുവേ. അൽഹംദുലില്ലാഹി ലക്കൽ ഹംദു വലക ശുക്ർ യാ അല്ലാഹ്.